അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ PM തങ്കച്ചൻ അവറുകളാണ്. തന്റെ ജീവിതാനുഭവം നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ കേൾക്കാവുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോട് പ്രാർത്ഥനയായിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ PM തങ്കച്ചൻ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. കർത്താവിന്റെ അതിപരിശുദ്ധമായ പുണ്യനാമം ഈ മനോഹരമാകുന്ന പകൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ. പ്രത്യേകാൽ ഈ അരോമ TV പറ്റി, ഇതിന്റെ പ്രോഗ്രാമിനെ പറ്റി മുൻകാലങ്ങളിൽ കേട്ടിട്ടുണ്ട്, ഇതിന്റെ പ്രവർത്തകരെ പറ്റി കേട്ടിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ആത്മീയ സംഗമത്തെ ഒരിക്കൽ കൂടെ ഞാൻ ദൈവനാമത്തിന് വന്ദനം പറയുന്നു. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം ആരും അറിയാതിരിക്കുമ്പോൾ ലോകത്തിന്റെ എല്ലാ ദിക്കിലും ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇതിൽപ്പെട്ട പ്രിയപ്പെട്ടവരെ ദൈവം ഉപയോഗിക്കുന്നല്ലോ. അവർ വീണ്ടും ധാരാളമായി ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ എൻ്റെ പേര് പാസ്റ്റർ PM തങ്കച്ചൻ. എൻ്റെ ജന്മസ്ഥലം ഞാൻ കൊല്ലം ജില്ലയിൽ കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. എൻ്റെ മാതാപിതാക്കൾ അവര് ഇന്ന് ഭൂമിയിലില്ല. എൻ്റെ മാതാവ് പ്രസവിച്ചതിൽ 10 മക്കളാണ്. അതിൽ ആണുങ്ങളിൽ ഏറ്റവും ഇളയതാണ് ഞാൻ. 10 പേര് എൻ്റെ അമ്മ ജന്മം കൊടുക്കുമ്പോൾ 8 പേര് ഞാൻ കണ്ടിട്ടുള്ളൂ. 2 പേര് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. ശേഷിക്കുന്ന ഞങ്ങൾ 8 പേരാണ്. എൻ്റെ പ്രിയ പിതാവ് മാതാവ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുടുംബത്തിലെ 8 അംഗങ്ങളായിരുന്നു. 5 സഹോദരിമാർ, 3 സഹോദരന്മാർ. അതിൽ 2 സഹോദരിമാർ നിത്യതയിൽ ചേർക്കപ്പെട്ടു, 2 സഹോദരന്മാരും നിത്യതയിൽ ചേർക്കപ്പെട്ടു. ശേഷിക്കുന്ന ഞങ്ങൾ 4 പേരേ ഉള്ളൂ. അത് എൻ്റെ ജീവിതത്തിന്റെ ആ ഒരു കാലഘട്ടമൊക്കെ അനുഗ്രഹവും സന്തോഷവുമായ ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ ജന്മന ഒരു ആത്മീയ അനുഭവം ഒന്നും വലിയ നിലയിൽ എനിക്കില്ലായിരുന്നു. എങ്കിൽ വലിയ ശല്യക്കാരനോ മോശക്കാരനോ ഒന്നും അല്ലായിരുന്നു. അങ്ങനെ ജീവിച്ച് വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഒരു 24-ാമത്തെ വയസ്സിൽ എനിക്ക് ഒരു ദൈവിക ദർശനമുണ്ടായി. ആ ദർശനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ദൈവത്തെ അറിയുവാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവമായ കർത്താവ് എന്നെ വേർതിരിച്ചു. ഒരു പകൽക്കാലം എൻ്റെ ജീവിതത്തിന്റെ ഭാവി ഓർത്തു ഞാൻ നിരന്തരം ചിന്തിക്കുകയും ദൈവത്തോട് അടുക്കുകയും ചെയ്തു. ആ ഒരു അടുപ്പം എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിന്റെ ഒരു സ്പർശനം എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തു. അന്ന് പകൽക്കാലം മുതൽ ഞാൻ കരയുന്നു. എന്നിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ടതായ ഒരു ജീവിത അനുഭവം എനിക്ക് ഉണ്ടായി. ആ നഷ്ടം സമ്പത്തോ മറ്റൊന്നുമല്ല, എന്തോ എൻ്റെ ആത്മീയ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ നിരന്തരം കരഞ്ഞു നിലവിളിച്ചു. അങ്ങനെ ദൈവത്തോട് അടുക്കുക ഒരു സാഹചര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ദൈവത്തെ അറിയണമെന്ന് ചിന്തിച്ചു. ഞാൻ പലരെ അന്വേഷിച്ചു. എന്നാൽ കൃപയാൽ ഒരു ദൈവസഭയുള്ള ബന്ധപ്പെട്ടു. അവർ ഉപദേശമൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ പൂർണ്ണമായ ഒരു ദൈവബദലായി തീർന്നു. എൻ്റെ 27-ാമത്തെ വയസ്സിൽ ഞാൻ ഭൗതികമായ ലോകത്തോടെല്ലാം വിട പറഞ്ഞു. ഇതിന്റെ ഇടയിൽ ബോംബെയിൽ എൻ്റെ അനന്തര വിദ്യാഭ്യാസം കഴിഞ്ഞു. ഭൗതികമായ കുടുംബത്തെ പോറ്റുവാൻ സഹോദരങ്ങളുണ്ട്. എൻ്റെ പിതാവ് ഒരു കർഷകനാണ്. മാതാവ് കാഷ്യൂ കോർപ്പറേഷനിൽ NDPC ഒരു മാതാവാണ്. ശേഷിക്കുന്ന സഹോദരങ്ങൾക്ക് ഇളയവനല്ലോ എന്ന് വിചാരിച്ച് എന്നെ നോക്കി നിൽക്കുന്നു. ആ ഒരു സുപ്രഭാതത്തിൽ രക്ഷപ്പെടാമെന്ന് കരുതി ഞാൻ ബോംബെയിൽ പോയി. 1900 ഓർമ്മ ശരിയെങ്കിൽ 83-84 കാലഘട്ടങ്ങളിൽ ബോംബെയിൽ ഞാൻ ട്രെയിൻ കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ VT എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ട്രെയിനകത്ത് ഇറങ്ങിയപ്പോൾ CRPക്കാർ വന്ന് ഞങ്ങളെ തടഞ്ഞു. എന്തിനാ എവിടെയാ വരുന്നത് വെച്ചപ്പോൾ മലയാളികൾ ഉണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായി ഞങ്ങൾ മലയാളികളാണ്. ഞാൻ പറഞ്ഞു ഒരു ജോലിക്ക് വേണ്ടി വന്നതാണ്. അവർ പറഞ്ഞു ഇവിടെ നിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോണം, ഇവിടെ ഹിന്ദു മുസ്ലിം ലഹള ബാന്ദ്രയിൽ നടക്കുന്ന സമയം. അപ്പോൾ പ്രതികൂലങ്ങളാണ്. കർത്താവിന്റെ വേലയോടുള്ളൊരു വിളി എൻ്റെ മുൻപിൽ കിടപ്പുണ്ട്. ഇതിനെയൊക്കെ തരണം ചെയ്ത് കുറച്ച് നാളെങ്കിലും വാർദ്ധക്യമുള്ളവരൊന്ന് ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് എൻ്റെ ആത്മീയ ശുഭയാത്ര. അവിടുന്ന് രക്ഷപ്പെട്ടു. എൻ്റെ ഒരു സഹോദരൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. മധ്യപ്രദേശത്തേക്ക് പോയി. അവിടെ ചെന്ന് നിൽക്കുന്ന ഒരു സമയത്ത് ആ ഒരു കാലഘട്ടം കുറച്ച് നാളുകളൊക്കെ നിന്നു.
അങ്ങനെ വന്ന പിതാവിന്റെ ശരീരസ്ഥിതി വളരെ മോശം, വാർദ്ധക്യമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ നാട്ടിൽ വന്നിട്ട് ചേട്ടൻ പറഞ്ഞു ഒന്നുകൂടെ കയറി വരാൻ പറഞ്ഞു. അങ്ങനെ നാട്ടിൽ വന്ന് ഏതാനും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ പിതാവിന്റെ ശരീരസ്ഥിതിയൊക്കെ ഒന്ന് മാറി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. മാതാവിന് ജോലി ഉള്ളത് കൊണ്ട് മാതാവിന്റെ കെയർ ഓഫിൽ ESIയിൽ പിതാവിന് ചികിത്സ ട്രീറ്റ്മെന്റ് കിട്ടും, കൊല്ലം ആശ്രമ ഹോസ്പിറ്റൽ. അവിടെയൊക്കെ പോയി ചികിത്സ ചെയ്ത് കഴിഞ്ഞ് പിന്നെയും മധ്യപ്രദേശത്തേക്കുള്ള ഒരുക്കമാകുമ്പോൾ ഒരു സുപ്രഭാതത്തിന്റെ വാർത്ത കേൾക്കുന്നു. മധ്യപ്രദേശിലുള്ള യൂണിയൻ കാർബൈഡ് കമ്പനിക്ക് ലീക്ക് ഉണ്ടായി. അവിടെ ഒരു 10-25 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവരും അസ്വസ്ഥരാണ്, മരിച്ചവരുണ്ട്, മരിക്കാത്തവരുണ്ട്, വളരെ അസ്വസ്ഥയിൽ കഴിയുന്നു. എൻ്റെ ആ യാത്രയും അവിടെ നിഷ്ഫലമായി. അതിനുശേഷം വീണ്ടും വീട്ടിൽ മൗനമായി ഇരിക്കുന്നു. അങ്ങനെ വിചാരിച്ചു എല്ലാ വഴികളും അടഞ്ഞു. ഭൗതിക വഴികളെല്ലാം അടഞ്ഞപ്പോൾ നിലനിൽപ്പില്ലല്ലോ എന്ന് കരുതി ഞാൻ സ്വയം തന്നെ, അന്ന് ഞാൻ കൂടി വരുന്ന അസംബ്ലി സഭയുടെ കരുവേലിൽ സഭയുടെ ഒരു മെമ്പറാണ്, വയസ്സ് 27. ആ ഒരു സുപ്രഭാതത്തിൽ ഞാൻ കർത്താവിന്റെ ദാസം കൊണ്ട് പറഞ്ഞു, എനിക്ക് എന്റെ വഴികളെല്ലാം അടഞ്ഞു, എല്ലാ വഴികളും അടഞ്ഞു, ചെല്ലുന്നിടമെല്ലാം പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിലേക്ക്, എൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് പോവുകയാണ്. വളരെ ഒരു ദാരിദ്ര്യമാണ്. ഈ 36 വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കരയോ പെന്തക്കോസ്തുകാരോ ഇത്രയൊന്നും സാമ്പത്തിക പദ്ധതി എന്നുള്ളവരില്ല. ഒരു സഹോദരന്റെ ചെലവിൽ മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്നു, ഇന്റർവ്യൂ ഒക്കെ പാസ്സായി തിരിച്ചു വന്നു. ഇന്റർവ്യൂവിൽ പാസ്സായപ്പോൾ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ അവിടുത്തെ ഫാക്കൽറ്റി, അന്നത്തെ ആൾക്കാര്, ഒരു 9 അംഗ സംഘമാണ് ഇരുന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഹലോ ബ്രദർ, ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിൽ നിങ്ങൾ പഠിക്കണമെങ്കിൽ, നിങ്ങൾ എടുക്കുന്ന ഈ 3 വർഷത്തെ കോഴ്സ് പൂർത്തീകരിക്കണമെങ്കിൽ വളരെ സാമ്പത്തികം ആവശ്യമാണല്ലോ, നിങ്ങളത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തരാമെന്നുള്ള ആരുമില്ല. നിങ്ങളുടെ ചർച്ച് നിങ്ങളെ സ്പോൺസർ ചെയ്യുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചർച്ച് എന്നെ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല, എങ്കിലും ദൈവാത്മാവ് എൻ്റെ പഠനങ്ങളെ പൂർത്തീകരിക്കുമെന്നുള്ളത് ഒരു ആലോചന എനിക്ക് തന്നിട്ടുണ്ട്. തക്ക സമയങ്ങളിൽ വിശേഷാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയതുപോലെ, വെള്ളം പറ്റിയപ്പോൾ മറ്റൊരു റൂട്ടിലേക്ക് മാറ്റിയതുപോലെ, എൻ്റെ ഫീസ് നിമിത്തം ഈ അക്കാഡമി സ്ഥാപനത്തിനോ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിക്കോ ഒരു പ്രയാസം വരാതെ ഏത് വിധേനെ ഞാൻ ഫീസ് തന്നു കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോയി. അങ്ങനെ ഇപ്പോൾ എനിക്ക് പ്രായം 62 കഴിഞ്ഞു. എൻ്റെ 1/1/1964 എൻ്റെ ജന്മം, 64. അതിനുശേഷം എൻ്റെ 27ാമത്തെ വയസ്സിൽ ഞാൻ ദൈവത്തിന്റെ വേലയോടുള്ള ബന്ധത്തിൽ പോകുമ്പോൾ തന്നെ വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞു, എൻ്റെ ചെറിയ ശൈശവ പ്രായത്തിൽ മറന്നു പോകാൻ കഴിയാത്ത ഹൃദയത്തിന് വലിയ ഭാരം നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന പുരയുടെ ഒന്നും നല്ല സ്വന്തമല്ല. അന്നൊക്കെ കൃഷി എടുക്കുന്ന ഒരു കാലം. ഞങ്ങൾ 8 മക്കൾ 10 മക്കളുള്ള കാലഘട്ടം. എൻ്റെ പിതാവിനോട് ഒരു ജന്മി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും. എൻ്റെ പിതാവിൻ്റെ ഒരു ദാവീദ് മത്തയിച്ച, ഞങ്ങളുടെ കൃഷിഭൂമി നിങ്ങൾ പാട്ടമെടുത്ത് കൃഷി ചെയ്തു, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അങ്ങനെ ഒരു പാട്ടുപുരയിടത്തിൽ 10 മക്കളുമായി 8 മക്കളുമായി കഴിയുമ്പോൾ രണ്ടുപേരും മരിച്ചുപോയി. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ 3ാമത്തെ സഹോദരി റബ്ബറിന്റെ കരിയില വാരിക്കൊണ്ട് വന്നിട്ട് ഈ ഓലയിട്ട വീട്ടിൽ തീ കത്തിക്കുമ്പോൾ ആ തീ പടർന്ന് ഈ വീട് വെന്തുപോയി. അതിന്റെ ഉടമസ്ഥൻ, ആ യജമാനൻ എന്ന് പറഞ്ഞ വലിയ കോടീശ്വരൻ, കേസ് കൊടുത്തു. എനിക്കന്ന് 4 വയസ്സേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്നൊരു ജീപ്പ് പോലീസ് വരുന്നു, ഞങ്ങളുടെ മാതാപിതാക്കളെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ കരയുന്നു. അവർ പറഞ്ഞു, കുഞ്ഞെ, നിങ്ങൾക്ക് നന്മയ്ക്കാ, ആ ജന്മിയായിരിക്കുന്ന മനുഷ്യനും കൂടെ വന്നിട്ടുണ്ട്, മാതാപിതാക്കളെ അതേ വേഷത്തിൽ. കാരണം വീട് വെന്തുപോയപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ലാതെ വേറൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞാൽ പോലീസ് വരുന്നത്. ക്രൈസ്തലോ, അയൽ വീട്ടുകാരൊക്കെ ഞങ്ങൾക്ക് ആഹാരം തരും, വെക്കുവാൻ യാതൊരു നിവൃത്തിയുമില്ല. സഹോദരിമാരെല്ലാം ആ ജീർണിച്ച് കിടക്കുന്ന ആ മൺകൂരയുടെ സൈഡിൽ അവരിങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഓലയൊക്കെ കിട്ടിയ പച്ചമണലൊക്കെ കെട്ടിയത് ഇങ്ങനെ ചാർത്ത് വെച്ച് പെൺപിള്ളേരെല്ലാം കിടക്കും. ഞങ്ങളെ ആൺകുഞ്ഞുങ്ങളെയൊക്കെ, എന്നെയും എൻ്റെ സഹോദരിയൊക്കെ അയൽക്കാർ കൊണ്ട് ഒരാഴ്ച സംരക്ഷിച്ചു. കേസ് പെട്ടെന്ന് നടന്നു. നല്ലൊരു ശക്തനായ അഡ്വക്കേറ്റ്, ഒരു പോലീസ് അധികാരി, അയാൾ പറഞ്ഞു, അവർക്ക് കുടിയടപ്പ്, നമ്മുടെ അന്നത്തെ കാലത്ത് EMS ഭരിക്കുമ്പോൾ AR ഗൗരിയുടെ ഭരണകാലത്ത് കുടിയടപ്പ് ഒരു സംവിധാനം വന്ന, ഒരു 3 സെന്റ് ഇല്ലായ്മക്കാർക്ക് കൊടുക്കണമെന്നൊരു നിയമം വന്നിരുന്നു. ആ നിയമത്തിൽ കുണ്ടറ പോലീസ് സ്റ്റേഷൻ ഒരു 3 സെന്റ് വസ്തു ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഒരു പാർട്ടിക്കാരൻ പറഞ്ഞു, അവർക്ക് 3 സെന്റ് കൊടുത്താൽ പോരാ, അവർ 8 മക്കളാണ്.
അങ്ങനെ പറഞ്ഞപ്പോൾ ആ SI പറഞ്ഞു, എന്നാ ഒരു 6 സെന്റ് കൊടുക്കാൻ. അങ്ങനെ 6 സെന്റിന്റെ ഉടമസ്ഥയാണ് ഞങ്ങൾ 8 മക്കളും മാതാപിതാക്കളും. അങ്ങനെയാണ് ജീവിച്ച് ഞങ്ങളുടെ ജീവിത കാലഘട്ടങ്ങൾ മുൻപോട്ട് പോയി. ജീവിതത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ നിൽക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ് ഗൾഫിൽ പോകുക, വിദേശത്തെവിടെയും പോവുക, അല്പം വിദ്യാഭ്യാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞെങ്കിലും എന്റെ അന്തരാത്മ എപ്പോഴും ദൈവത്തിന്റെ വേല ചെയ്യണമെന്നുള്ള ഒരു ആത്മവിശ്വാസം എന്നെ നിലനിർത്തിയത് കൊണ്ട് ഞാൻ ഭൗതിക ജോലിയോടൊന്നും വലിയ താല്പര്യം കാണിപ്പാൻ ഇടയായി. അങ്ങനെ കർത്താവിന്റെ വേലയിൽ അവിടെ ചില നാളുകൾ പഠിച്ചു. ദൈവത്തിന് മുൻപാകെ കർത്താവിന് വേണ്ടി വളരെ അധ്വാനിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ എന്റെ ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു എന്നുള്ളത് സത്യമായ ഒരു വിഷയം തന്നെയാണ്. കർത്താവിന്റെ വേലയിൽ അവിടെ ആയിരിക്കുമ്പോൾ 1990 ഞാൻ പോകുന്നത്. ഞാൻ ആദ്യമാണ് ഒരു ആത്മീയ സ്ഥാപനത്തിൽ പോകുന്നത്. എൻ്റെ ഒരു ചെറിയ ബാഗേ ഉള്ളൂ. തലേന്ന് അവിടെ ചെല്ലണം. 1990 11/6/1990 അവിടെ ചെല്ലുമ്പോൾ അവരുടെ നിയമം 5-ാം തീയതി വൈകിട്ട് അവിടെ ചെന്നെത്തണം, ഞായറാഴ്ച. ഞാൻ 5-ാം തീയതി ചെല്ലുമ്പോൾ ഒരു ചെറിയ ബാഗ്, എൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ട്, സോപ്പുണ്ട്, സാധാരണ ഒരു ചെറിയ ബാഗുമായിട്ട് അവിടെ ചെന്നപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരിൽ അവിടെ വലിയ ഒരു സ്ഥാപനമാണ്. 300 പരം വിദ്യാർത്ഥികൾ എല്ലാം പുറത്തും അകത്തും നിന്ന് പഠിക്കുന്ന BTH, CTH, BD, ഓരോ ബാച്ചും ബാച്ചിലറായി പഠിക്കുന്നവരുണ്ട്, ഹൈസ്കൂളിലായിട്ട് പഠിക്കുന്നവരുണ്ട്. 300 പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപന ഫെയ്ത്ത് തിയോളജിക്കൽ മണക്കാല സെമിനാരി. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ റൂമിൽ കട്ടിലൊന്നും ഇല്ലാത്തൊരു കാലമാണ്. പിന്നെ ഞാൻ തറയിൽ തന്നെ കിടന്നു. ഞാൻ മിക്കാറുള്ള ഒരു ഫസ്റ്റ് ഇയർ തറയിൽ കിടക്കണം, കട്ടിലില്ല. അങ്ങനെ നടന്നു. കാലത്ത് മുതൽ ചാപ്പലാണ് കാര്യങ്ങൾ. 3 ദിവസം പാഷൻ പ്രയർ കഴിഞ്ഞു, ക്ലാസ് തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ആകപ്പാട് എനിക്കുള്ളത് ഒറ്റ പാൻ്റാണ്. പിന്നെ അവര് നിബന്ധന തന്നിരുന്നു, ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിക്കാര്, കളറുകളൊന്നുള്ള കൈലുകളൊന്നും എടുത്തുകൊണ്ട് സ്ഥാപനത്തിൽ ചെല്ലാൻ പാടില്ല. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പാൻറ് എത്ര വേണം ഉപയോഗിക്കാം. പിന്നീട് കാവി കൈലുകൾ കൊടുക്കുക. ഒരു കാവി കൈലി, ഒരു വെളുത്ത മുണ്ടും ഒരു പാൻറ്റും ഉണ്ടായി. അങ്ങനെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ഇടയായത്. കൃപയാൽ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി 3 വർഷം പഠിച്ചു. 3 വർഷം കൊണ്ട് 3 റൂമുകൾ മാറി. ഓരോ വർഷങ്ങളിലും ഓരോ സെമസ്റ്ററുകളിലും 3 വർഷത്തെ 6 സെമസ്റ്ററിലും മിക്കവാറും റൂമുകൾ മാറും, പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകും, വരും. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയമാണ് ആ കാലഘട്ടങ്ങൾ. ഇന്ന് വരെയും ഈ TV-യിൽ, ഈ അരോമ TV-യിൽ അല്ലാതെ ഞാൻ ആരോടും പറയാത്തൊരു വിഷയം പറയുന്നു. ഒറ്റ പാൻറ്റും ഇട്ടുകൊണ്ട് 3 വർഷം പഠിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. എൻ്റെ പരാജയങ്ങളോ എൻ്റെ വിഷമങ്ങളോ ആരോടും പറയില്ല. തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങും, ബുധനാഴ്ച വൈകിട്ട് ഞാൻ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ പാൻറ് കടി ടെറസിന്റെ മുകളിൽ കൊണ്ടിടും. അങ്ങനെ ഉണക്കും. അങ്ങനെ ആഴ്ചയിൽ 3 ഒക്കെങ്കിൽ 4 പ്രാവശ്യം പാൻറ് കടി. ചാപ്പൽ സർവീസ് ഉണ്ട്. പിന്നെ പാൻറ് ഇട്ടുകൊണ്ട് നമുക്ക് ലൈബ്രറി പോകണ്ട, കാവിക്കൈയിൽ എടുത്തുകൊണ്ട് പോയാൽ മതി. അങ്ങനെ 3 വർഷം പഠിച്ചു. 3-ാം വർഷം അവസാനം ആയപ്പോഴത്തേക്ക് എൻ്റെ കൈ ഉരുമി പാൻറ് അപ്പുറവും ഇപ്പുറവും ഈ 3 വർഷം ഉപയോഗിച്ച പാൻറ് അതിന്റെ രോമങ്ങളെല്ലാം കളയും. ഞാനൊരു പനാമ ബ്ലേഡ് എടുത്ത് ഷേവ് ചെയ്യുന്ന പനാമ ബ്ലേഡ് എടുത്തത് പതുക്കെ ചീവി കളയുമ്പോൾ തൂക്കും. പിന്നെ തേക്കുവാൻ നിയമമില്ല, മണക്കാലയിൽ കറണ്ട് കൂടുതലാ. മെസ്സി ചെന്ന് കരിപ്പെട്ടി കൊണ്ടുവന്ന് തുണി തേക്കാവുന്നൊരു കാലം. ഞാൻ കരിപ്പെട്ടി കൊണ്ടുവന്ന് കഞ്ഞിവെള്ളവും കൊണ്ടുവരും. കഞ്ഞിവെള്ളം കൊണ്ടുവരുന്നതിന്റെ പ്രത്യേകത ഈ പൊരിഞ്ഞു കിടക്കുന്നതൊക്കെ മാറി വടി പോലെ ഇരിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഇന്ന് വരെയും എൻ്റെ കൂടെ പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് അറിയില്ല, പാസ്റ്റർ തങ്കച്ചൻ 3 വർഷം മണക്കാലെ പഠിച്ചത് ഒരു പാൻറ് കൊണ്ടാണ്. കാരണം എൻ്റെ തീഷ്ണത, എൻ്റെ ജീവിതത്തിന്റെ പരാജയം ആരോടും പറയുകയില്ല, വീട്ടുകാരോടും പറയില്ല. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിന്റെ ഓരോ മണ്ഡലങ്ങളിലും ദൈവം എന്നെ നടത്തിയിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിന് വലിയ പ്രശ്നങ്ങളായത്, ആ ഒരു കാലഘട്ടം എന്നെ വേദനിപ്പിച്ചത് ഒരു വലിയ സംഭവമായി. സംഭവം എന്ന് പറയുമ്പോൾ 1990 2 സെമസ്റ്ററുകൾ വളരെ സന്തോഷത്തോടെയൊക്കെ കാര്യം നടന്നു. എല്ലാ കൂട്ടുകാരും വെള്ളിയാഴ്ച ആകുമ്പോൾ വീടുകളിൽ പോയി. ഞാൻ വീട്ടിൽ പോകാത്തത് വീട്ടിലെ സാഹചര്യം മോശം. രണ്ടാമത് വീട്ടിൽ ചെന്നാൽ വണ്ടിക്കൂലി തരാനുള്ള ബുദ്ധിമുട്ട് മാതാപിതാക്കൾക്കുണ്ട്. ഇത്തരം സംവിധാനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ പോകാറില്ല. കാരണം വീട്ടിൽ തന്നെ ഇങ്ങനെ കഴിച്ചങ്ങ് കൂടുവാറുണ്ട്. 1992
മൂന്നാമത്തെ മാസം കോളേജിൽ പഠിക്കുമ്പോൾ ഒരു വലിയ സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ആ സംഭവം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു സംഭവമായിരുന്നു. ആ സംഭവത്തിന്റെ പ്രത്യേകത, ഞങ്ങൾ എല്ലാവരും മെസ്സിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് കാലത്തെ അവിടുത്തെ തിങ്കളാഴ്ച ഉപ്പുമാവും ചൊവ്വാഴ്ച ബ്രെഡും ബുധനാഴ്ച അവിടെ തരുന്നത് ഇഡ്ഡലിയാണ്. അതൊരു 4 ഇഡ്ഡലി കാണും, അല്പം കടലക്കറിയും കാണും. അപ്പോൾ ആ സമയമൊക്കെ നല്ല ഒരു മഴയുടെ കാലാവസ്ഥയാണ്. മെസ്സിൽ ചെന്നിരിക്കുമ്പോൾ സഹോദരന്മാർ ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കും, ഒരു പാട്ട് പാടും. ആ പാട്ട് കോളേജിൽ എന്നും പാടുന്ന ഈ പാട്ടാ. അന്നു ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്ന, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഈ പാട്ടാ പാടുന്നത്. പ്രീസലോ, ഈ പാട്ട് പാടുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. പിന്നീട് ആരിൽ ഒരു വിദ്യാർത്ഥി പ്രാർത്ഥിക്കും. അതാ ലീഡറാ, ചിലപ്പോൾ ഞാനും ലീഡറായിട്ടുണ്ട്. ഉടനെ ഒരു ലീഡർ അടിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇരുന്നു. ആ ലീഡറിന്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന് കുഴപ്പമല്ല, ആരുടെയും അല്ല, അവരെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ്. അദ്ദേഹം മെസ്സിൽ നിന്ന് വീണ്ടും ബെല്ലടിച്ചു. മെസ്സിൽ നിന്ന് ശക്തമായി ഒരു ബെല്ലടിച്ചു. ആ ബെല്ലടിച്ചിട്ട് പറഞ്ഞു, ഒരു അറിയിപ്പുണ്ട്, മെസ്സിന്റെ ഇൻചാർജുകാർക്ക് ഓഫീസിൽ നിന്ന് ഒരു ഓർഡർ കിട്ടി, ഇവിടെ ഫീസ് കൊടുക്കാൻ കഴിയാത്തതിനാൽ എനിക്ക് ഇന്ന് മുതൽ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലെന്നോ. അപ്പോൾ ആ വാർത്ത ആ ടേബിളിലും അവിടെ ഇരുന്ന വിദ്യാർത്ഥികളൊക്കെ വളരെ വിഷമിച്ചു. ഇവർ തലേന്ന് ഈ വാർത്ത പറഞ്ഞെങ്കിൽ ഞാൻ മെസ്സി ചെല്ലത്തില്ലായിരുന്നു. ഇവർ പറഞ്ഞാൽ മതിയായിരുന്നു, ഫുഡ് തരുത്തില്ല പാസ്റ്റേ അല്ലെ തങ്കച്ച ബ്രദറെ, നിങ്ങൾ അവിടെ പോകരുത് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അവിടെ ചെന്നെത്തില്ലായിരുന്നു. സ്തോത്രം. അവരെന്നെ അത് ആ 300-ൽ പരം വിദ്യാർത്ഥികളുള്ള എല്ലാത്തിനും അധ്യാപകരുണ്ട്, വാർഡൻ, ലേഡീസ്, ടീച്ചേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ മുൻപിൽ വെച്ച് പരസ്യമായി പറഞ്ഞു, ഇന്നു മുതൽ ഫുഡ് കഴിക്കാൻ പാടില്ല. അപ്പോൾ തന്നെ ഞാൻ അവിടെ വെച്ച്, മഴയല്ലേ, ഒരല്പം കട്ടൻ കാപ്പി കുടിച്ചു. എല്ലാവരും കട്ടൻ കാപ്പി കുടി. പകുതി കുടിച്ചപ്പോഴാണ് ഈ അറിവ് ഇങ്ങനെ അവരെന്നോട് പറയുന്നത്, ഇങ്ങനൊരു സംഭവം ഉണ്ട്, അതുകൊണ്ട് ഇന്നു മുതൽ മെസ്സിൽ നിന്ന് ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് ഒരു ഓർഡർ കോളേജ്, അവിടുത്തെ അക്കാഡമി, ഫെയ്ത്തിലെ അക്കാഡമി പറഞ്ഞിരിക്കുന്നു. എൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടു. എൻ്റെ വിശ്വാസ ജീവിതത്തിന് വലിയ കോട്ടം സംഭവിച്ചു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ശരീരത്തിനും മനസ്സിനും ഒരു നല്ല ഇരുളുകൾ വന്നു മൂടി. അപ്പോൾ എന്നെ വളരെ ഭാരം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് ആഞ്ഞടിച്ചു. അപ്പോൾ പലരും ഇത് വിളിച്ച് അറിയിച്ച ആളിനോട് ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തോട് രഹസ്യമായിട്ട് പറയേണ്ട കാര്യമല്ലേ? അദ്ദേഹത്തിന്റെ ഫുഡിൽ വെച്ചുകൊണ്ട്, മെസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ മെസ്സിൽ നിന്ന് ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ബ്രദറെ, അത് യോഗ്യമല്ല, അത് ഞങ്ങളെ കൂടെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് അവിടെ പറഞ്ഞു. ഞാൻ നിറകണ്ണുകളോട് എൻ്റെ ജീവിതത്തിൽ ആ സ്ഥാപനത്തിൽ നിന്ന് ഓടി വന്നു, നടന്ന് പതുക്കെ വന്നു. ഞാൻ കുടിച്ച കാപ്പി മൊത്തം കുടിച്ചു, കാരണം ഇനി ഒരാൾ കുടിക്കത്തില്ല, അതുകൊണ്ടാണ് കുടിച്ചു. ഇഡ്ഡലി ഞാൻ മുറിച്ചില്ല. അങ്ങനെ ആ കാപ്പി കുടിച്ചു. ഒന്ന് റൂമിൽ വന്നു. ഞാനിങ്ങനെ അവിടെ ഇരിക്കുക. എന്ത് ചെയ്യണം? പെട്ടിയെടുത്തോണ്ടങ്ങ് പോയാൽ മതിയോ? എനിക്കൊരു ദൈവവിളി ഉണ്ടോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ എന്നെ വളരെ ഭാരപ്പെടുത്തി. അങ്ങനെ വന്ന് അവിടെ ഇങ്ങനെ കിടന്നപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ബീഡിക്കാര്, ബീറ്റിച്ചുകാര് അവരൊക്കെ എൻ്റെ റൂമിൽ പെട്ടെന്ന് വന്നു. ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്ക്, ചാപ്പൽ വിജയ, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം, നിങ്ങളുടെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാത്ത എന്താന്ന് പറഞ്ഞ് സീനിയർ വിദ്യാർത്ഥികൾ എന്നെ ഒന്ന് ഉപദേശിച്ചു. അപ്പോൾ പറഞ്ഞ്, സ്ഥാപനത്തിന്റെ ഫുഡ് നിങ്ങൾ കഴിക്കണ്ട, ഞങ്ങളുടെ കയ്യിൽ മാവുണ്ടയുണ്ട്, ബിസ്ക്കറ്റും റസ്കും ഉണ്ട്, അത് നിങ്ങൾ ഇവിടുത്തെ കഴിക്കണം. ഞങ്ങളുടെ വ്യക്തിപരമായിട്ട് റൂമിൽ സൂക്ഷിക്കുന്ന ബീഡിക്കാര്, ബീറ്റിച്ചുകാരുടെ ഒക്കെ കയ്യിലുണ്ട്, ഞങ്ങൾ തരാം, നിങ്ങൾ കഴിക്കും. ഞാൻ പറഞ്ഞു, നിയമം എല്ലാവർക്കും തുല്യമാ, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ നിയമത്തെ ബാധിക്കും, ഞാൻ അനുസരിക്കുന്നു, എനിക്ക് ആ ഫുഡ് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വളരെ വേദനിച്ചു. ഇവരെല്ലാം പോയി. അപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽപ്പെട്ട കൂട്ടുകാരെല്ലാം എന്നോട്, വച്ചാൽ നിങ്ങളെ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ ഉപദേശിച്ചു, വടക്ക് പറഞ്ഞു പലരും എന്നെ. എന്റെ ഹൃദയത്തിൽ അന്ന് സന്തോഷത്തിൽ ഞാൻ അന്നൊരു കാലത്ത് ഒരു വൈകിട്ടൊരു പാടി ഒരു പാട്ടുണ്ട്.
ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരം പാണിയാൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നും കാക്കുമെന്നും. ഈ പാട്ട് ആ കാലങ്ങളിലായി പാട്ട് രംഗത്ത് വരുന്നത്. അപ്പോൾ വീട്ടിൽ സഹോദരന്മാരാണ് ഈ പാട്ട് എൻ്റെ അനുഭവത്തിൽ അവിടെ കൊണ്ടുവരുന്നത്. ആ പാട്ടിന്റെ ആഴം അന്നാ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ആ പാട്ടുകൾ വളരെ ഞാൻ ശ്രദ്ധിക്കുകയും പാടുകയും ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ റൂമിൽ നിന്ന് എനിക്കൊന്ന് പുറത്തിറങ്ങി കിട്ടണം. അപ്പോൾ ഞാനിങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ കൂട്ടുകാരൊക്കെ കാണും. അതുകൊണ്ട് ഞാൻ സന്ധ്യ വരെ റൂമിൽ കിടന്നു. അപ്പോൾ 7 മണിക്ക് 6:30 വീണ്ടും ചാപ്പൽ തുടങ്ങും. എല്ലാവരും ചാപ്പലിൽ പോയ സമയത്ത് ഞാൻ പെട്ടി എടുത്തില്ല. ഒക്കുമെങ്കിൽ വന്ന് പഠിക്കാമല്ലോ. പെട്ടി എടുക്കാതെ ധരിച്ച ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് എൻ്റെ റൂമിലെ ഒരു ബ്രദറിനോട് പറഞ്ഞ് വിഷമിക്കേണ്ടവരെ എന്നോട് വലിയ സ്നേഹിതരാ, ഇടുക്കിക്കാരുണ്ട് സഹോദരന്മാരാണ്. ഇടുക്കിയിലും കൊച്ചറയും താമസിക്കുന്ന 2 പേരാണ് എൻ്റെ റൂംമേറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ വീട്ടിലോട്ടൊന്ന് പോകും, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു. ആ ബ്രദർ എൻ്റെ ഉടനെ 5 രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു, എന്നാ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അന്ന് 5 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഒരുമാതിരി വീട്ടിൽ വരെ എത്താം. അങ്ങനെ ഞാൻ അവിടുന്ന് സന്ധ്യ ചാപ്പൽ തുടങ്ങുമ്പോൾ ക്യാമ്പസ് എല്ലാം അടച്ച് എല്ലാവരും പ്രാർത്ഥന ആരാധന. അപ്പോൾ പുറത്താരും ഇല്ല. ആ സമയത്ത് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി പുറത്തു പോയി. അങ്ങനെ ഒരു 7-7:30 ആയപ്പോൾ കൊല്ലം ചവറ ഒരു ബസ് വരുന്നു. ഞാൻ ആ ബസ്സിൽ കയറി പിന്നെ സിനിമ പറമ്പിൽ ഇറങ്ങി. ഒറ്റ ബസ് സിനിമ പറമ്പിൽ ഇറങ്ങി നിന്നപ്പോൾ പിന്നെ കൊട്ടാരക്കരയ്ക്ക് വന്ന പ്രൈവറ്റ് ബസ്സിൽ വീണ്ടും അവിടെ പിന്നെ പുത്തൂർ ഇറങ്ങി. പുത്തൂർ ഇറങ്ങി വീട്ടിൽ നിന്ന് മണി 8-9 ആയി. പകുതിക്ക് എന്നിട്ട് പിന്നെ നടന്നാ പോകുന്നത്. അവര് ചെന്നപ്പോൾ ഇന്നത്തെ കണക്കല്ല, എല്ലാവരും ഒക്കെ കഴിച്ചു കിടക്കുന്ന സമയമാണ്. ഞാൻ കഥയെ കൂട്ടി അപ്പോൾ അമ്മയുണ്ട്. അപ്പോൾ അമ്മയുള്ളൂ. 2001 പഠിക്കാൻ പോയി. എൻ്റെ പിതാവ് ആ വർഷം തന്നെ മരിച്ചുപോയി. അപ്പോൾ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. കഥയെ കുട്ടിയെ എന്തോ ഇങ്ങനെ രാത്രി വന്ന് എന്താ പറയാൻ, എന്തോ പറ്റി, നീ ശനിയാഴ്ച അല്ലേ വരുന്നത്? ഞാൻ പറഞ്ഞ അല്ലേ, എനിക്കൊരു സാഹചര്യത്തിൽ ഇങ്ങോട്ടൊന്ന് വരണം ഉണ്ട്, അങ്ങനെ ഞാൻ വന്നത്, മറ്റു കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. കാരണം ആ സാഹചര്യം വരും. അവരുള്ളത് അമ്മ കഴിച്ചു കൊടുക്കും. അങ്ങനെ കിടന്നപ്പോൾ ഉറക്കം വരുന്നില്ല രാത്രികൾ. ദേശത്തിന്റെ കോഴി കൂവുന്നതും പട്ടി കുരയ്ക്കുന്നതും കേട്ട് എൻ്റെ ഹൃദയത്തിൽ അമ്മയോട് പറയാതെ ദൈവത്തിന് വേണ്ടി കർത്താവിന്റെ ആലോചന കേട്ട് ഇറങ്ങി തിരിച്ച എന്നെ ഞാൻ കള്ളനായി പോയല്ലോ. എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ആ ഒരു വഴി അടഞ്ഞല്ലോ എന്നൊക്കെ എൻ്റെ മനസ്സ് വളരെ ഭാരപ്പെട്ടു. അങ്ങനെ രാത്രി കിടക്കുകയാ. പ്രഭാതം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ഉറങ്ങി, പുറത്തു പോകാൻ കഴിയില്ല, എങ്ങോട്ട് പോകാനാ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരെന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഇന്നത്തെക്കുള്ള ഫോൺ സന്ദേശമോ കാര്യങ്ങളോ ഒന്നുമില്ല. അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. സന്ധ്യയായി. ഞാൻ വന്നു, പാട്ട് പാടുന്നു, വീട്ടിൽ സന്ധ്യപ്രാർത്ഥന നടത്തുന്നു. നമ്മുടെ ഒരു മർത്തോമാക്കാരല്ലേ ഒരു അമ്മച്ചി അതിലേ പോയപ്പോ കേട്ടിട്ട് അവര് വീട്ടിൽ പോയി പറഞ്ഞു, ഇങ്ങനെ തങ്കച്ചൻ വന്നിട്ടുണ്ട്, അവിടെ പാട്ടുമൊക്കെ ഉണ്ട്, അവിടുത്തെ അമ്മയും തങ്കച്ചനും പാടും. അവരുടെ വീട്ടിൽ ലോൺ എടുത്ത ഒരു ജേഴ്സി പശു ഉണ്ട്. 10 ലിറ്റർ പാല് കാലത്തെ കറക്കും, ഉച്ചയ്ക്ക് ഒരു 5 ലിറ്റർ കറക്കും. മർത്തോമാക്കാരി അമ്മച്ചിയാ. അമ്മച്ചി മരിച്ചുപോയി. അമ്മച്ചി ഞാൻ അറിഞ്ഞ അവിടെ വന്നു. സന്ധ്യക്ക് വന്നിട്ട് പറഞ്ഞു, തങ്കച്ച അങ്ങോട്ടൊന്ന് വരണം. ഞാൻ പറഞ്ഞു എന്താ കാര്യം? അതുപോലെ ഞങ്ങളുടെ പശുവിന് സുഖമില്ല, പശുവിന് ദഹനക്കുറവ്, പശു കിടക്കുകയാ, ഒന്ന് പ്രാർത്ഥിക്കണം എന്നോട്. ഞാൻ പറഞ്ഞു വരാം. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അച്ചായനുണ്ട്. അച്ചായന് പശുവിന്റെ ഇച്ചിരി കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയെ പശുവിനെ പറ്റി. അദ്ദേഹമാണെങ്കിൽ ആ തൊണ്ട് ചിരട്ടയൊക്കെ കത്തിച്ച് അതിന്റെ പള്ളയുടെ ഭാഗത്ത് വെച്ച് ഇങ്ങനെ ചൂട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മണല് വറുത്ത്
ചാക്കിനകത്ത് വെച്ച് അതിന്റെ മുതുകിന്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊതുകോടി കൊള്ളാതിരിക്കാൻ തുമ്പ വാരി ഒരു ചട്ടിക്കകത്തിട്ട് ഇങ്ങനെ പുകയ്ക്കുന്നു. ഞാൻ ചെന്ന് ചോദിച്ചു, അന്നേരം എന്തോ പറ്റി? അതിച്ചിരി ചക്കമടല് 2 ദിവസങ്ങൾ കൊണ്ട് ദഹിച്ചില്ല, ഞങ്ങൾ വളരെ 2 ദിവസം കൊണ്ട് ആഹാരം കഴിക്കുന്നില്ല, ഡോക്ടർ വന്നു മരുന്ന് കൊടുത്ത്, എന്നിട്ടും പറ്റുന്നില്ല, വളരെ വിഷമമോ, ഞങ്ങൾ ഒരു നിവർത്തിയില്ല. ഞാൻ എൻ്റെ എരുത്തിനകത്തോട്ട് കയറി നിന്ന് അതിന്റെ കൊമ്പെ തൊട്ടൊന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ, ഇവരുടെ ജീവിതത്തിന്റെ വഴിയാണല്ലോ കർത്താവേ, ഇതിന് പറയാൻ കഴിവില്ലല്ലോ, ദൈവം അവരുടെ ജീവിതത്തെ നീ ഒന്ന് സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാൻ ഞാൻ പോകുന്നില്ല, ഞാൻ അകത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കാം, പൊതുശല്യം ഉണ്ട്, എരുത്തില്ല, നിൽക്കാൻ വയ്യ. 10-15 മിനിറ്റ് കഴിഞ്ഞ് അച്ഛൻ ഓടി നടക്കും. തങ്കച്ച, പശു രക്ഷപ്പെടുന്നതായിട്ട് കാണുന്നു. പശുവിനെ പറ്റി അറിയാത്ത, പശുവിന്റെ മൂക്ക് ഉയർത്തുന്നുണ്ട്, പശുവിന് ആണെങ്കിൽ വാലടിക്കുന്നുണ്ട്, പശുവിന് എഴുന്നേൽക്കണമുണ്ടെന്നോ. അങ്ങനെ പിന്നെ ഇരുന്നു. കിടന്ന പശു തന്നെ എഴുന്നേറ്റു. അതിന്റെ ശരീരത്തിന് വ്യത്യാസം ഉണ്ടായി. അമ്മേൻ അവിടുന്ന് പ്രാർത്ഥിച്ചു. എന്നോട് ചോദിച്ചു എന്ന് പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ പോകുന്ന ഞാൻ ഞായറാഴ്ച രാത്രിയിലേ പോകും. ശനിയാഴ്ച വൈകിട്ട് ഒരു കവറിൽ അല്പം പൈസ കൊണ്ടുവന്നു പറഞ്ഞു. ഞങ്ങൾ ഡോക്ടറിന് കൊടുക്കേണ്ടതാ, അല്ലെ ഞങ്ങൾ വേറെ ആരെങ്കിലും ആശ്രയിക്കേണ്ടതാ? അത് തന്നെയല്ല, ഞങ്ങൾ ദൈവത്തിന് മുൻപിൽ തങ്കച്ചൻ ഇങ്ങനെ പഠിക്കുകയില്ലേ എന്ന് പറഞ്ഞു എനിക്കൊരു സംഭാവന ചെയ്യും. ആ സംഭാവന ഞാൻ നിഷേധിക്കാൻ പറ്റത്തില്ല, കാരണം എന്റെ ആവശ്യം അതിനപ്പുറമാണ്. അബ്രഹാം വീട്ടിൽ നിന്ന് കടന്നു പോകുമ്പോൾ പൈതല് സഹാക്ക് ചോദിച്ചു, അപ്പച്ച അമേൻ, കത്തിയുണ്ട്, വിറവുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള യാഗമൃഗം എവിടെ എന്ന് ചോദിച്ചപ്പോൾ വിശ്വാസവീരനായ അബ്രഹാം പറഞ്ഞതാ, യഹോവ കരുതിക്കൊള്ളും. കോളേജിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് വേണ്ടി പശുവിനെ 2 ദിവസങ്ങൾക്ക് മുമ്പ് തൊട്ടൊരു ദൈവം. അങ്ങനെ ഭക്തന്മാരെ പോറ്റുന്ന ആ കാലഘട്ടങ്ങളിൽ ഞാൻ ഓർക്കാറുണ്ട്. വിശ്വാസം ത്യജിക്കാതെ മുറുകെ പിടിച്ചുകൊണ്ട് അന്ന് സഭയിൽ പോയി ശക്തമായ പ്രസംഗിച്ചു. എന്റെ ആവശ്യങ്ങൾ ഞാൻ ദൈവത്തോടെ പറയും. പ്രസംഗിച്ചിറങ്ങിയപ്പോൾ അന്നത്തെ വിശ്വാസികൾ പലരും എന്നോട് കണ്ടിട്ട് എങ്ങനെ കൊണ്ട് കോളേജ് ജീവിതം എന്നൊക്കെ ചോദിച്ച് പലരും എന്നെ അപ്പോഴും സാമ്പത്തികം സഹായിച്ചു. സൺഡേയിൽ രാത്രിയിൽ വന്നു. തിങ്കളാഴ്ച ആമേൻ 10 മണിക്ക് ഞാൻ എൻ്റെ ഫീസുകളെല്ലാം കെട്ടി. അങ്ങനെ ആ വർഷവും കൃപയാൽ ദൈവം എന്നെ നടത്തി. അങ്ങനെ ജീവിതത്തിന്റെ ഏത് നിലയിലും വളരെ ഭാരവും പ്രയാസവും കഷ്ടവും ഒക്കെ സഹിച്ച് ദൈവമായ കർത്താവിന്റെ വേലയിൽ നിൽപ്പാനിടയായി. 2ാം വർഷം അങ്ങനെ പൂർത്തീകരിച്ചു. 1ാം വർഷം വളരെ ഞെരുക്കം, 6 സെമസ്റ്റർ. 3ാം വർഷം വന്ന സമയത്ത് ഞാൻ 3ാം വർഷത്തിന്റെ ആദ്യ സെമസ്റ്ററിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ഇരിക്കുക. അപ്പോൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ജോർജ് ഉമ്മൻ സാറാണ് തിയോളജി ക്ലാസ് എടുക്കുന്നത്. ശക്തമായ ക്ലാസ്സാണ് തിയോളജി. അത് എല്ലാവരും അതിൽ അറ്റൻഡ് ചെയ്യും. തിയോളജിയുടെ ക്ലാസ് 2 മണിക്കൂർ 2 പീരീഡാണ്. സാർ ക്ലാസ് എടുക്കുമ്പോൾ പ്യൂണ് വന്ന് അവിടുത്തെ അറ്റൻഡർ വന്ന ഒരു ലെറ്റർ കൊടുത്തിട്ട് പറഞ്ഞ് എന്നെ ഓഫീസിൽ വിളിക്കുന്നു. സാറ് പറഞ്ഞു, പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേരെ വിളിക്കുന്നത് ശരിയല്ല, എന്നാ ചെല്ലാൻ പറഞ്ഞു. ആരാളെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ശരി. ഓഫീസിൽ ചെന്നപ്പോൾ അവിടുത്തെ ഓഫീസിലെ സാറിന്റെ പേരറിയും, ഞാൻ പറയുന്നില്ല. ആ ഓഫീസിലെ സാർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കാണെങ്കിൽ ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ല, നിങ്ങൾ 3ാം വർഷത്തെ ഫീസ് കൊടുത്തിട്ടില്ലല്ലോ, നിങ്ങളുടെ പേര് എന്നോട് നോട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ സമയമായില്ല, അത് തരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും ഫീസ് കൊടുക്കുമ്പോൾ അവിടെ നോട്ടീസ് ഇടും നേരത്തെ. അപ്പോൾ ഞാൻ അതിന് മുമ്പിട്ട് ഉപവാസം തുടങ്ങും, എവിടുന്നെങ്കിലും ഒരു വഴി ദൈവം തുറക്കാം. അങ്ങനെ ഞാൻ ഫീസ് കൊടുക്കും. എനിക്ക് ഫോൺസർ ഇല്ല, മണക്കാലെ പഠിക്കുന്നത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് സാറിനോട് സാറ് പറഞ്ഞു, നിങ്ങളെ ക്ലാസ്സിൽ ഇരുത്താൻ നിയമമില്ല, അങ്ങോട്ട് ഇവിടെ നിയമം അങ്ങനെ വന്നിരിക്കുന്നത്, ഞാൻ എന്തോ ചെയ്യുമെന്ന് സാറ് ചോദിച്ചു. അവരുടെ കാര്യം ചെയ്യും, ഞാൻ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല, പക്ഷെ ക്ലാസ്സിന് പുറത്തിരുന്ന് പഠിച്ചോളാം. അങ്ങനെ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ നിങ്ങൾ ഒരു എഴുത്ത് എനിക്ക് എഴുതി തരാണോ ഓഫീസിൽ സാർ. അന്നേരം എൻ്റെ പേനയേ ഉള്ളൂ, ബുക്കും ബൈബിളും കൊണ്ടുവന്നു ക്ലാസ്സിൽ. ഞാൻ പറഞ്ഞു, സാർ ഒരു ഷീറ്റ് പേപ്പർ താ സാറേ. ഞാൻ എഴുതി, ബഹുമാനപ്പെട്ട സാർ അറിയുന്നതിന് ഇന്നാളെഴുതുന്നു, എൻ്റെ 3ാമത്തെ വർഷത്തില് ആദ്യ സെമസ്റ്ററിൽ പൈസ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് 2 മാസങ്ങൾക്കകം ഈ 3ാമത്തെ സെമസ്റ്ററിലെ ആദ്യ സെമസ്റ്ററിലെ പൈസ ഞാൻ തന്നുകൊള്ളാമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ പേരെഴുതി എൻ്റെ ക്ലാസ് ഒരു ഒപ്പിട്ട് കൊടുത്തു. ഒപ്പിട്ട് കൊടുത്തപ്പോൾ അതിനകത്തൊരു നിയമമുണ്ട്, ക്ലാസ്സിൽ ഇരിക്കാൻ നിയമമില്ലല്ലോ, അതാ വിഷയം.
അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ സാറ് പറഞ്ഞ കയറാൻ പറഞ്ഞു. ജോർജ് ഉമ്മൻ APCയുടെ കത്തിരദാസൻ മരിച്ചു. അപ്പോൾ സാറ് പറഞ്ഞ് കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ കയറാൻ പറ്റത്തില്ല എനിക്ക്, ഞാന് പിന്നെ നോട്ട് എടുത്തോളാം, ഞാൻ ഈ ക്ലാസ്സിന്റെ പുറത്ത് നിന്നോളാം. അതെന്താ? അന്നേരം സാറ് പറഞ്ഞ് കയറിയിരിക്കുക. അല്ല, ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ആ നിയമം അങ്ങനെ, ഞാൻ പുറത്ത് നിന്ന് നോട്ട് എഴുതിക്കോളാം. സാറ് പറഞ്ഞു ഈ ആത്മീയ ലോകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് സാറ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാറേ ഞാൻ ഇവിടുന്ന് പഠിച്ചോളാം. ഒരു പീരീഡ് കഴിഞ്ഞു, 2 പീരീഡ് കഴിഞ്ഞു. അപ്പോൾ അത് ഉച്ചയായി, ലഞ്ചിന്റെ സമയമായി. അങ്ങനെ തീരെ സമയമായപ്പോൾ വീണ്ടും ആ പിയൂണ് അവിടുത്തെ നിൽക്കുന്ന ഒരാൾ വന്ന്, ഈ സാറിന്റെ 10 മിനിറ്റേ ഉള്ളൂ തീരാൻ, വീണ്ടും വന്ന് എന്നെ വിളിച്ച് എന്നിട്ട് പറഞ്ഞു എന്താ, ഇദ്ദേഹത്തിനെ OPC വിളിക്കുന്നു. ഞാൻ വീണ്ടും 2 മണിക്കൂറോളം ഏതാണ്ട് ഒരു 120 മിനിറ്റിന്റെ ആണ്, 115 മിനിറ്റോളം നിൽക്കുക അവിടെ. പുറത്ത് നിൽക്കുക, എഴുതുക, പഠിക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കൂട്ടുകാര്, വിദ്യാർത്ഥികള്, സാറിനോട് തിയോളജിയാ. അതിനെ പിറകെ നല്ല വാദം നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. സാധാരണ പഠിത്തമല്ല തിയോളജി, ശക്തമായ പ്രതികരിക്കുകയാണ്. ഈ ജോർജ് ഉമ്മൻ സാർ എന്ന് പറഞ്ഞാൽ ഉമ്മനപ്പച്ചന്റെ മോന, ഇന്ത്യ പെന്തക്കോസ്ത് സഭയുടെ സെക്രട്ടറി ജനറൽ. അദ്ദേഹം അനുഭവത്തിൽ നിന്നും വചനത്തിൽ നിന്നുകൊണ്ടും തന്റെ ശുശ്രൂഷയിൽ നിന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു വീണ്ടും ചെല്ലാൻ പറഞ്ഞു. ചിലപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ക്ലാസ്സിലും കയറാൻ പറ്റത്തില്ലല്ലോ ദൈവമേ, ചിലപ്പോൾ വീട്ടിൽ പോകാനായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ ഒരു കാര്യം ചെയ്യാം. അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ 2ാം നിലയില്ല, താഴെ അടിനില ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഓഫീസ്. ഈ പോകുന്ന സമയത്ത് ചിന്തിച്ചിട്ടുള്ളൂ അങ്ങനെ തന്നെ ഒരു കാര്യം ചെയ്യാം, എഴുതി കൊടുത്തല്ലോ, ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ക്രമീകരിക്കാം എന്നുള്ള മനസ്സിന്റെ വലിയ ചിന്തകൾ കൂടി ഇങ്ങനെ കടന്നു. അവിടെ ചിലപ്പോൾ ആ സാറ് പറഞ്ഞു ഇപ്പോൾ വന്ന മെയിൽ ഉണ്ടായിരുന്നു, പോസ്റ്റ്മാൻമാരെല്ലാം വിദ്യാർത്ഥികളാ, പോസ്റ്റ്മാനുണ്ട് വിദ്യാർത്ഥികൾ, വെള്ളം അടിക്കുന്ന വിദ്യാർത്ഥികളാ, അവിടെ വിറവ് കീറുന്ന വിദ്യാർത്ഥികളാ, മെസ്സിന്റെ എല്ലാം അവിടുത്തെ വിദ്യാർത്ഥികളാ. അപ്പോൾ പോസ്റ്റ്മാൻ എന്ന് പറയുന്ന ഒരു ബ്രദർ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലെറ്ററുകളെല്ലാം കൊണ്ടുവന്നു. അത് അതിന്റെ നിയമം, പോസ്റ്റ്മാൻ അവിടെ വെച്ച് പൂട്ടി ഇവിടത്തെ ഒരു താക്കോൽ കൊടുക്കും, ഇവിടെ കൊണ്ടുവന്ന് ഓഫീസുകാരെ തുറക്കാൻ പാടുള്ളൂ. തുറന്നപ്പോൾ അതിനകത്ത് ഒരു എഴുത്ത് കിടക്കുന്നത് ആ ഓഫീസിന്റെ അഡ്രസ്സില്ല, കോളേജിന്റെ അഡ്രസ്സിലല്ല വന്നിരിക്കുന്നത്, ഓഫീസിന്റെ അഡ്രസ്സിൽ, ഓഫീസ് സ്റ്റാഫിൽ സാറിന്റെ പേർക്ക് വന്നിരിക്കും. സാർ അത് തന്നെ പെട്ടെന്ന് പൊട്ടിച്ചെടുത്തപ്പോൾ അത് ഒരു $1 വന്നിരിക്കുകയാണ്. അത് അവിടുന്ന് 1978-ലോ 79-ലോ BTH അവിടുന്ന് പഠിച്ച് അമേരിക്കയിൽ പോയ ഒരു ബ്രദർ, അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് ചിന്തിക്കുന്നു, ഒരാഴ്ചകൾക്ക് മുമ്പ് ഒരു ചിന്ത വരുന്നു, ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ വിദ്യാഭ്യാസം ചെയ്ത് നിവൃത്തിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞാൻ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം അത് അയച്ചേക്കുന്നത്. ആമേ. അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അതിന്റെ വിശദമായ ഒരു വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. സാറ് പറഞ്ഞ എന്നോട്, ഇടോ നിങ്ങൾക്ക് വേണ്ടി അടുത്ത ദിവസങ്ങളിൽ ആരോ നിങ്ങൾ കൊണ്ടൊരു ഹെൽപ്പ് ചെയ്തു, നിങ്ങളെ അറിയത്തില്ല, പക്ഷെ നിങ്ങൾ കൊണ്ടൊരു ഹെൽപ്പ് വന്നിട്ടുണ്ട്. ഇതേ ഇവിടുന്ന് പഠിച്ചു പോയൊരു ബ്രദറാ, അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തിന് ലെറ്ററിനകത്ത് ഇങ്ങനെ എന്തോ ഒരു സ്വസ്ഥതക്കേട് കാണിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഉള്ളിന്റെ ഉള്ളിൽ അന്തരാത്മാവ് ആത്മമണ്ഡലത്തിൽ അടരാടുമ്പോൾ പോർക്കളത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടും. നമുക്കറിയത്തില്ല. വിദേശ രാജ്യങ്ങളിൽ കിടക്കുന്ന അദ്ദേഹം നല്ല സുവിശേഷകനായ ശുശ്രൂഷ, എന്നോട് പറഞ്ഞ അദ്ദേഹം നല്ല സുവിശേഷകനായ ശുശ്രൂഷകനാ, അത് തന്നിരിക്കും. അതുകൊണ്ട് കാര്യം ചെയ്യും, ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ പൈസ നിങ്ങൾ 2 മാസം എഴുതി തന്നേക്കണം, അത് ആ പേപ്പർ ഞാൻ ഇവിടെ വെച്ച് വലിച്ചു കളയും. നിങ്ങളുടെ ഫീസ് 2 മാസത്തെ, ഇപ്പോൾ അദ്ദേഹം തന്ന പൈസ നിങ്ങളുടെ ഇപ്രാവശ്യത്തെ ഫുള്ള് പൈസ ഞാൻ തരും. അപ്പോൾ നിങ്ങൾ ഈ ചെക്കിൽ ഒപ്പിടുമ്പോൾ ഞങ്ങൾ മാറിക്കോളാം, ഒരു 360 രൂപയും കൂടെ തിരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് തരികയാണ്. ഓക്കെ സാറേ എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നതാണ്. അങ്ങനെ ഞാൻ ആ പൈസ വാങ്ങി കൊണ്ടുപോയി അങ്ങനെ തിന്നു. അപ്പോൾ ആ ഇടയ്ക്കൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, പേപ്പറൊക്കെ വാങ്ങാൻ പൈസയില്ല. അങ്ങനെ എന്റെ കാലത്ത് ഞങ്ങൾ പഠിക്കുമ്പോൾ 1990, 89, 90, 91 കാലത്ത് എൻഡോമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് മണക്കാലെ തുടങ്ങി. ആ ഫണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാമ്പത്തികമില്ലാതെ വരുന്നവർക്ക് ചെന്ന് ആ ബുക്ക് സ്റ്റാളിൽ ചെന്ന് ബുക്ക്, പേന, പേപ്പർ ഇതൊക്കെ വാങ്ങാം. അതിനു വേണ്ടിയാണ്. അങ്ങനെ ഞാൻ എപ്പോഴും പോകാറില്ല. കാരണം നമ്മുടെ എനിക്ക് അന്നേരം 28, 29 വയസ്സിലേക്ക് കയറുക, നമ്മളിപ്പോയി ഇത് ചോദിക്കുന്നത് നമുക്കിവിടെ. അപ്പോൾ അത് എൻ്റെ മനസ്സിനൊരു വല്ലാത്ത അന്തരീക്ഷമാണ്. അങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ എൻ്റെ ജീവിതത്തിന്റെ ഡേറ്റ് പറയുമ്പോൾ 1991-ലും 1992-ലും ഒരു മെസ്സി തന്നെ ഇറക്കി വിട്ടു മൾട്ടി തിയോളജി സെമിനാരി. എൻ്റെ റൂമിൽ പാർക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. ജോർജ് ഉമ്മൻ സാർ ക്ലാസ് തിയോളജി എടുക്കുമ്പോൾ എന്നെ 2 പ്രാവശ്യം പുറത്താക്കി. ഇതിനൊന്നും ഞാൻ തകർന്നു പോയില്ല. കാരണം എന്താ അറിയുമോ,
നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ പക്ഷി പറക്കും, കൂട് വെക്കാതിരുന്നാൽ മതി. ഇതിനെയൊന്നും അതിജീവിച്ച് ഇതൊന്നും തകർന്ന വിളിയുള്ള നമുക്ക് അതിനെ അവിടെ ഇട്ടിട്ട് പോകാൻ കഴിയില്ല. എന്റെ ആ റൂമിൽ ഞങ്ങളുടെ ബാച്ചിൽ 24 വിദ്യാർത്ഥികളാ വന്നത് പഠിക്കാൻ. പക്ഷേ ഗ്രാജുവേറ്റ് ചെയ്തത് 16 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഓരോ സെമസ്റ്ററിലും ഓരോ വർഷങ്ങളിലും അവർ പലതും പറഞ്ഞ് പെട്ടി അവിടെ വെച്ചിട്ട് പോകും, വരുത്തില്ല. എന്റെ ഓർമ്മ ശരിയെങ്കിൽ അവിടെ ഒരു ഡോർമെറ്ററിക്കകത്ത് റൂമുണ്ട്, എത്രയോ പെട്ടികൾ കിടപ്പുണ്ട്, പല നല്ല പെട്ടികൾ, സാധനങ്ങൾ. കാരണം ഒരു 6 മാസം കഴിഞ്ഞ് വന്നില്ലേ അവർ കൊണ്ട് ഗോഡൌണിൽ ഇടുക. ഒത്തിരി പെട്ടികൾ കിടപ്പുണ്ട്. പഠിക്കാൻ വന്നവരുടെ പഠന കളരിയിൽ അവർക്ക് ജീവിതത്തിന്റെ മുന്നോട്ട് കടന്നു പോകാൻ കഴിയാതെ വന്നപ്പോൾ അതൊക്കെ സംഭവിച്ചത്. അങ്ങനെയാണ് എന്റെ പഠനം പൂർത്തീകരിച്ചു കൃപയാൽ. അങ്ങനെ ഞാൻ അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്തു. മണക്കാലയിൽ ഇറങ്ങുന്നു. അപ്പോൾ ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ തൊട്ടടുത്തിരിക്കുന്ന, ഞങ്ങൾ ഒത്തൊരുമിച്ച് ഏത് കാലത്തും ശുശ്രൂഷയിൽ, അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ശുശ്രൂഷനായിരുന്നു. ആമീൻ. പ്രിൻസിപ്പൽ ജോൺ പാസ്റ്റർ ഇലന്തു ഉള്ള ഒരു ദൈവദാസൻ അപ്പച്ചന. അദ്ദേഹം പട്ടാളത്തിൽ നിന്ന് കർത്താവിനെ കണ്ട നിമിത്തം ജോലി റിസൈൻ ചെയ്ത് വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു മകനേ ഉള്ളൂ. വീട്ടിൽ വിളിക്കുന്ന മോനച്ചൻ എന്നും ഓഫീഷ്യൽ നെയിം തോമസ് ജോൺ എന്നുമാണ്. ആ അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നമുക്ക് കർത്താവിന്റെ വേലയിൽ നമുക്ക് വിജയം കരസ്ഥമാക്കണമെങ്കിൽ ഇങ്ങനെ പോയാൽ പോരാ, നമുക്കൊരു നീണ്ട ഉപവാസം എടുക്കണം. അങ്ങനെ ഒരു നീണ്ട 21 ദിവസം ഞങ്ങൾ തോമസ് ചാന്റെ വീട്ടിൽ 21 ദിവസം ഫുള്ളായി ഉപവസിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം ഞങ്ങൾ അന്നത്തെ ആ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വാര്യവരെ യോനാച്ചാൻ ജീവിച്ചിരിക്കുന്ന കാലമാണ്. വാര്യവരെ യോനാച്ചാനെ ഞങ്ങൾ വിളിച്ചു. ഫോണില്ല, എടുത്തിട്ട് വിളിക്കുക. അത് ലെറ്റർ അദ്ദേഹത്തിന്റെ സമയത്ത് കിട്ടിയോ കിട്ടിയില്ലോ, അദ്ദേഹം വരാൻ പറ്റിയില്ല 21 ദിവസവും. അതിനുശേഷം ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിച്ചു. ഞാൻ തൽക്കാലം പ്രതിദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന അന്നത്തെ സഭ കാരിവേലിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയാണ്. ഈ ഒരു പൂർത്തീകരിക്കുമ്പോൾ എൻ്റെ പിതാവ് ലോകത്ത് മാറ്റപ്പെട്ടു പോയി. ഞാൻ ബൈബിൾ കോളേജിൽ പോകുമ്പോൾ എന്നെ യാത്ര അയക്കാൻ ആരുമില്ല. എൻ്റെ പിതാവും മാതാവും കൊണ്ടു. അവന്റെ പിതാവ് പ്രാർത്ഥിച്ചു, ആ പാട്ടുപാടി പ്രാർത്ഥിച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എനിക്കറിയില്ല എന്താ കരഞ്ഞെന്ന്. പക്ഷേ ആ വർഷം എൻ്റെ പിതാവ് ലോകത്ത് മാറ്റപ്പെട്ടു പോയി. ഗ്രാജുവേറ്റ് ചെയ്ത് ഞാൻ വരുന്നു. അടുത്ത ദിവസങ്ങളിൽ എൻ്റെ മാതാവ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. അങ്ങനെയുള്ള ദുഃഖങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിന് മുൻപിൽ ആശ്രയമറ്റവനായി, ഒറ്റപ്പെട്ടവനായി, ഒരു മരുഭൂമിയിൽ നിൽക്കുന്ന വൃക്ഷം പോലെ, അഥവാ കടൽക്കരയിൽ നിൽക്കുന്ന ഒരു വൃക്ഷം പോലെ ശക്തമായ പ്രതികൂലങ്ങൾ, ആശ്രയം നഷ്ടപ്പെട്ട, ആശ്വാസമില്ലാത്തവൻ, ഏകനായി. സഹോദരങ്ങളെല്ലാം വിവാഹം കഴിച്ചവരെല്ലാം കുടുംബസ്ഥരായി, പലരും പലയിടത്ത് പോയി. ഞാൻ മാത്രമേ ഉള്ളൂ ഈ കർത്താവിന്റെ വേലയിൽ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് സുവിശേഷത്തെ പറ്റിയുള്ള ആഴമേറിയ വിശ്വാസമോ അതിന്റെ കാഴ്ചപ്പാടോ അവർക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എൻ്റെ ജീവിതം. ഞാൻ വാര്യാപുരത്തെ ഒന്ന് കാണാൻ പോയി പ്രാർത്ഥിച്ചു. വാര്യാപുരത്തിന്റെ വീട്ടിൽ ആ കാലഘട്ടങ്ങളിൽ തൂക്കുപാലം എന്ന് പറയുന്ന പത്തനംതിട്ട ഇലന്തൂർ വരുന്ന വഴിയിൽ ആ സ്ഥലത്ത് എല്ലാ ചൊവ്വാഴ്ചയും പ്രാർത്ഥനയുണ്ട്. ഞാൻ അവിടെ ചെന്നിരുന്നു. അപ്പോൾ ഒരു സെക്ഷൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വാര്യാപുരം യോനാച്ചാൻ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി. തലയിൽ കഴിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ, കുഞ്ഞേ, നീ പോകുന്ന സ്ഥലം ഏത് മഴ പെയ്താലും നനയാത്തതും വെള്ളം പിടിക്കാത്തതുമായ ഭൂമി പോലെ കിടക്കുന്ന കഠിന ഹൃദയന്മാരുള്ളവർ, മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് കിടക്കുന്നവർ, ദൈവത്തെ ഭയമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് നീ പോകുന്നത്. എന്നാലും എൻ്റെ കൃപ നിന്നോട് കൂടെ ഇരിക്കും. ആ പോകുന്ന സ്ഥലത്ത് നീ നിമിത്തം ഒരു യഥാസ്ഥാനം ആ സഭയ്ക്ക് ഉണ്ടാകും. കാലം പലതും മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അവിടുന്ന് മാറ്റും. അങ്ങനെ ഞാൻ ആ വാക്കും ആലോചനയും വാര്യാപുരത്ത് നിന്ന് കേട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, സുവിശേഷാലേക്ക് ഇറങ്ങുക. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ തലയിൽ കൈവച്ച് വാര്യവരെ യോനാച്ചാൻ പ്രാർത്ഥിച്ചു. അവിടുന്ന് ഞാൻ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് കൊല്ലം സെക്ഷനിൽ സാംജി ബേബി എന്ന് പറയുന്ന കൊല്ലം സെക്ഷന്റെ പ്രസ്പിറ്റർ എൻ്റെ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്കച്ചന്റെ പഠിത്തം കഴിഞ്ഞു എന്തി? അപ്പോൾ അവനാണെങ്കിൽ ഇപ്പോൾ ഒരു എൻ്റെ അമ്മയോട് പറഞ്ഞു, എൻ്റെ അപ്പനില്ല, എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ അമ്മയോട് പറഞ്ഞു എന്നെ വന്ന് കാണാൻ പറഞ്ഞു. ഞാൻ കൊല്ലത്ത് ചെന്നു സാംജി ബേബിയുടെ അസംബ്ലീസ് കൊണ്ട് ചർച്ച ചെയ്ത് പറഞ്ഞു, കൊല്ലം അടുതലയിൽ കല്ലുവാതക്കൽ സമീപത്ത് ഒരു വേലയുണ്ട്, പോകാമെങ്കിൽ പൊയ്ക്കോ. 1-2 പേര് ഇവിടെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരു കൺവെൻഷൻ നടന്നു, മുറ്റത്ത് കൺവെൻഷനെ പോലെ ഒരു വീട്ടിലെ ഒരു കൺവെൻഷൻ ഞാൻ പോയി നടത്തിയിട്ടുണ്ട്. അവർക്കൊരു പാസ്റ്റർ വേണം, ചെറുപ്പക്കാരന്റെ വേണം എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അങ്ങനെ സമ്മതിച്ചു. ഞാൻ അവിടെ കടന്നുപോയി. അപ്പോൾ വാര്യപുരം ഞാൻ അവിടെ ചെല്ലുന്നത് 93-94 ഘട്ടങ്ങളിലാണ്. അപ്പോൾ വാര്യപുരം യോനാച്ചാൻ പറഞ്ഞ പ്രവചനം അവിടെ നിർത്തിയിരിക്കുക. ഞാൻ ആ സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് കല്ലുവാതക്കൽ മദ്യ ദുരന്തം ഉണ്ടാകുന്നത്. മദ്യപാനികളുള്ള ഏറിയാണെന്ന് വാര്യാപുരം പറയുകയും കല്ലുവാതക്കൽ മദ്യ ദുരന്തം ഉണ്ടാകുന്നത് ഞാൻ അവിടെ ഉള്ള പ്രവർത്തനത്തിൽ. അവിടെ സ്ഥലം വാങ്ങുവാൻ കുറച്ച് പൈസയൊക്കെ അന്നത്തെ കാലത്ത് ഒപ്പിച്ചു. യഥാസ്ഥാനപ്പെടേണ്ടതിന്
ആമേൻ ഞാൻ കൊടുത്തു, കൈമാറി. ചില വർഷങ്ങൾ അവിടെയായി. ഞാൻ അവിടുത്തെ യാത്ര ചെയ്തു. ഒറ്റപ്പെടുന്ന രംഗങ്ങളിൽ അവിടെ വെച്ച് എൻ്റെ മാതാവ് 93 ഗ്രാജുവേറ്റ് ചെയ്ത് അടുത്ത കാലങ്ങളിൽ മാതാവ് മരിക്കുന്നു. വീണ്ടും സുവിശേഷ വേലയ്ക്ക് നേതൃത്വം എന്നോട് പറഞ്ഞു, ഒറ്റയ്ക്ക് പോകുന്നത് ശരിയാകത്തില്ല, പഠിച്ചു ഇരുന്നത് അങ്ങനെയാണ്, പക്ഷെ ഇനി നിയമം നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോയി കർത്താവിന്റെ വേല ചെയ്യുന്നത് നമുക്ക് അത് നിയമവിരുദ്ധമാണ്. എവിടെയും വീടുകളിൽ പോകണമെങ്കിൽ തങ്കച്ചൻ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ല, താമസമന ഒരു വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വിവാഹം കഴിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ആലോചന വരുന്നു. അത് പത്തനംതിട്ട ജില്ലയിലാണ്. അത് ആമേൻ ഓമല്ലൂരിന് സമീപത്താണ് മാത്തൂര്. എൻ്റെ ഭാര്യ അനിത. ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മയേ ഉള്ളൂ. അവിടുത്തെ അച്ചായന് ശരീരസ്ഥിതി വളരെ മോശമാണ്. ആങ്ങളെയുണ്ട്, ബീഹാറിൽ ജോലി ചെയ്യുന്നു. അനുജത്തി ഡൽഹിയിൽ ആ കാലഘട്ടം 93 കാലഘട്ടം. അമ്മ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ സംവിധാനം. ഞാൻ പറഞ്ഞു സുവിശേഷ വേലയാ, സ്ഥിര വരുമാനമില്ല, അവര് നല്ല സാമ്പത്തികത്തോട് കഴിയുന്ന ഒരു വ്യക്തിയാ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു സുവിശേഷ വേലയാ, അതുകൊണ്ട് ഇട്ടിട്ട് പോക്കിക്കളയരുത്, അത് അവസാനം വരെ പിടിച്ചു നിൽക്കണം. നന്മയുണ്ട്, തിന്മയുണ്ട്, കഷ്ടമുണ്ട്, സുവിശേഷ വേലയെ പറ്റി അറിയാമല്ലോ എന്ന് ഞാൻ വ്യക്തിപരമായി പറഞ്ഞു. അതിനെ ശിരസാ വഹിച്ച് അവൾ തല കുനിച്ചു. അവൾ പറഞ്ഞു, ഞാനും സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കപ്പെട്ടതാ. ഞാനൊരു ചർച്ചക്കൂടുകാരി, ഒരു പെൺകുട്ടിയായിരുന്നു. അവര് പുത്തമ്പീടി ചർച്ചക്കൂടിലെ മെമ്പറാ. ഞങ്ങൾ യൂത്തിന്റെ മീറ്റിംഗ് പോയപ്പോൾ അവിടെ ശുശ്രൂഷ ദൈവദാസന്മാർ യൗവനക്കാരെ എഴുന്നേൽപ്പിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനും കൈ ഉയർത്തി. അങ്ങനെ ഞാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞു ഒരാഴ്ചയായി. അവിടുത്തെ പിതാവ് സുഖമില്ലാത്തയാണ്. ആ പിതാവ് പെട്ടെന്ന് മരിച്ചു പോകുന്നു. ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് പോകാൻ നിൽക്കുമ്പോഴാ പിതാവിന്റെ മരണ വാർത്ത കേൾക്കുന്നത്. എൻ്റെ ഭാര്യയോട് പറയാതെ ഞാൻ അവളോട് ഒരു സീരിയസ് കണ്ടീഷനാണ്, പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞാൽ വഴിയിൽ എന്തെങ്കിലും പെട്ടുപോകുമല്ലോ എന്ന് വിചാരിച്ചു വന്നു. അദ്ദേഹവിയോഗം 3 വർഷം കൊണ്ട് ഏതാണ്ട് 3 മരണത്തിന് ഞാൻ സാക്ഷ്യം വഹിച്ചു. കർത്താവിന്റെ വേലയിൽ ഒരേ നിമിഷം മുന്നോട്ട് പോകും അതിൻ്റെതായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ആഞ്ഞിടിച്ചു. കല്യാണം കഴിച്ചു, കുടുംബമായി അവിടെ പ്രവർത്തിച്ചു. പ്രവർത്തനം നല്ല ശക്തമാണെങ്കിലും ജീവിതത്തിന്റെ അനുഭവങ്ങൾ പലതാണ്. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ആ വീട്ടുകാർ ഞങ്ങൾക്ക് വീട് തരത്തില്ല. ഒരാളുടെ റെക്കമെൻഡിൽ വീട് കിട്ടി. താമസിക്കുമ്പോൾ വിശ്വാസികൾ പകലും വന്നിട്ട് പോകും. ആ വീടിന്റെ പ്രത്യേകത, ആമേൻ, വീട് ഭിത്തി തേക്കാത്ത വീടാ, ചീങ്കല്ല് കൊണ്ട് കെട്ടിയ വീടാ, റോഡിട്ട വീടാ. അതിന്റെ ഉടമസ്ഥൻ ഹാൻഡ്മാനിലായതുകൊണ്ട് കറണ്ട് ഒരു പീസ് ഊരിക്കൊണ്ടുപോയി ഇലക്ട്രിസിറ്റിക്കാര്. അവര് പറഞ്ഞു ഇവിടെ കറണ്ട് ഇല്ല, കുളിമുറിയില്ല, കക്കൂസ് ഇല്ല, കിണറ് വർഷങ്ങളായി വല്ലാതെ കിടക്കുക. ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ വീട് 200 രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്തു. ഒരു മാസത്തേക്ക് വാടകയ്ക്കടുത്ത് കുറച്ച് ദിവസം ഉപവാസം പ്രാർത്ഥനയായി പലരും ദൈവമക്കളും കടന്നു വരുവാനിടയായി. ഒരു സമയത്ത് വീട് വിസിറ്റ് ചെയ്ത് വരുമ്പോൾ വിശപ്പിന്റെ വിളി വലുതാണ്. വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച ഉപവാസമാണ്. അമ്മയുടെ വേർപാട്, അവിടെ ആരുമില്ല, വീട്ടിൽ മറ്റാരുമില്ല. കാലത്തെ വീട്ടിൽ വന്ന് കിടക്കും. വെള്ളിയാഴ്ച കാലത്തേ പോകും. അവിടെ നിന്ന് 2-3 ബസ് കയറി വേണം ഈ കൊല്ലം ഈ ഏരിയയിൽ പോകണമെങ്കിൽ, കൊട്ടിയം, ചാത്തന്നൂർ, ഈ അടുതല പോകണമെങ്കിൽ ബസ് കയറി പോകണം. അവിടെ ചെല്ലു ഉപവാസമാണ്. വിശ്വാസികൾ വരുമ്പോൾ ഇച്ചിരി വെള്ളം അനത്തും. അപ്പോൾ സ്റ്റവോ ഗ്യാസോ എന്നുള്ളൊരു കാലമല്ല. അങ്ങനെ കുടിക്കും. അവരെ ഞാൻ പറഞ്ഞേക്കും, അവിടെ കിടക്കും. വൈകിട്ട് 4-5 മണിയാകുമ്പോൾ വീട് വിസിറ്റിങ്ങിന് പോകും. ഒരു വീട് വിസിറ്റ് ചെയ്ത് വരുന്ന സമയത്ത് വിശപ്പുണ്ടായി. അപ്പോൾ ഞാന് അന്നത്തെ കാലത്ത് 3 പൊറോട്ടയും ഒരു മുട്ടക്കറിയും വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കാം വിചാരിച്ച് വീട്ടിൽ വന്ന് കഴിച്ചു. നോക്കിയപ്പോൾ കഴിച്ച ശേഷം അബദ്ധം പറ്റിയത്, നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. കഴിച്ച ശേഷം അബദ്ധം പറ്റിയത്, അവിടെ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, മുഖം കഴിയത് കഴിച്ചു. കിണറ്റിന്ന് വെള്ളം കോരി കുടിക്കാൻ വന്നിരുന്നപ്പോൾ തൊട്ട് മുകളിലെ വീട്ടുകാരിയാണ് ആ തൊട്ടിയും കയറും. ഞാൻ അവിടെ ഇല്ലല്ലോ. വെള്ളിയാഴ്ച വീട്ടിൽ പോയി തൊട്ടിയും കയറും എടുത്തോടൊക്കെ പോയി കഴിക്കണം. രാത്രി 10 മണിയായി. പൊറോട്ട കഴിച്ചപ്പോൾ വിശപ്പ് വളരെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോവുകയാണ്. എന്ത് ചെയ്യാൻ കഴിയും? അവസാനം ഞാൻ അവരോട് പോയി ചോദിക്കാതെ രാത്രില്ല. ഞാൻ പിന്നെ അവിടെ തൊട്ടടുത്തൊരു അരുവിയുണ്ട്, ഒരു കുളമുണ്ട്, വയലോട് ചേർന്ന്. രാത്രി 10 മണി നല്ല ഡ്രസ്സിൽ പോയി, കയ്യിലെല്ലാം മാറ്റി നല്ല വെള്ള ഷർട്ടും പാൻറ് ഇട്ടുണ്ട്. കാരണം രാത്രി പോകുമ്പോൾ ഒരു പാസ്റ്റ് അങ്ങനെ പോകുന്ന അറിയാത്തതുകൊണ്ട് നല്ല ഡ്രസ്സിൽ ഞാൻ ഒരുങ്ങി അവിടെ പോയി. എന്റെ തൊട്ട് താഴെ ഇറങ്ങി ഒരു കുളമുണ്ട്, ഞാൻ കുളിക്കുന്ന കുളമാണ്. അവിടെ ചെന്ന് ഞാനൊരു 2 വട്ടയിലെ കുമ്മിട് കൊരുത്ത് അതിന് വെള്ളം കുടിച്ചു. ഞാൻ മടങ്ങി വന്നു. അങ്ങനെയൊക്കെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങൾ കർത്താവിന്റെ വേലയെ സഹിച്ചു. അല്പസമയം അവിടെ ഇരുന്നോളൂ. 2-3 കല്യാണങ്ങളൊക്കെ നടത്തി സഭയ്ക്ക് യഥാസ്ഥാനപ്പെട്ട്
സമയമായപ്പോൾ ആ സ്ഥലത്തുനിന്ന് ഞാൻ ട്രാൻസ്ഫർ ആയി കൊടുകുളഞ്ഞ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു. കൊടുകുളഞ്ഞിലെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. ഞാൻ വിചാരിച്ചു ഇനി എവിടെ പോയാലും പ്രാർത്ഥിച്ച് ശുശ്രൂഷിച്ച് പോവുകയാ, അല്ലാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ലെന്ന് വിചാരിച്ചില്ല. അവിടെ ആത്മാക്കളുടെ വരവ് കണ്ടപ്പോൾ വിഷമമുണ്ടായി. അവിടെ 13 സെന്റ് വസ്തു എഴുത്തെഴുതി 2 3 അമ്മയെ കണ്ടുള്ള വീടല്ല, 2 3 വിളക്കുകൾ വെച്ച് ഭാര്യ, അപ്പോൾ എനിക്ക് 2 കുഞ്ഞുങ്ങൾ അമ്മയും കുഞ്ഞുങ്ങൾ 2 പേരും. അന്നത്തെ കാലത്ത് മോന് 1.5 വയസ്സ്, മോക്ക് 2.5 വയസ്സ് പ്രായമാണ്. രാത്രി അവർ ഉറങ്ങുമ്പോൾ 2 3 വിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ എഴുത്തെഴുതുന്നത്. വിദേശ രാജ്യങ്ങളിലെ എഴുതും. അങ്ങനെ 10 11 സെന്റ് വസ്തു അവിടെ വാങ്ങി ഒരു ചെറിയ ഹോള് വെച്ച് അവിടെ ആത്മാക്കളൊക്കെ തന്നു. അവിടുന്ന് പിന്നെ വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടു. അങ്ങനെ അസംബ്ലീസ് കോഡ് സമൂഹം പറയുന്ന എനിക്കൊരു സഭ വേണമെന്നുള്ള മാനദണ്ഡം എനിക്കില്ല. ആ സഭയിൽ ഏതെല്ലാം ആൾക്കാരുണ്ടെന്നുള്ളൊരു മാനദണ്ഡം എനിക്കില്ല. എന്റെ ലക്ഷ്യം ഇതാണ്, വല്ല വിധേനയും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെന്നേ ഉള്ളൂ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഓടി. അനവധി സഭകളിൽ 8 സഭകൾക്കപ്പുറമായി കർത്താവിന്റെ വേലയിൽ അഹോരാത്രം അധ്വാനിപ്പാൻ ഇടയായി. ബൈബിളിൽ പറയുന്ന മിക്ക ശുശ്രൂഷകളും ചെയ്യുവാൻ ദൈവം ഇടയായി. ജ്ഞാന ശുശ്രൂഷകൾ, ആമേൻ, പിന്നെ വിവാഹ ശുശ്രൂഷകൾ, ആമേൻ, എൻഗേജ്മെന്റുകൾ, മരണ ശുശ്രൂഷകൾ, ബൈബിളിൽ പറയുന്ന ആത്മീയ ശുശ്രൂഷകൾക്കെല്ലാം ദൈവം അതാത് കാലങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നേതൃത്വം തന്നു, എന്നെ നിർത്തി. അപകടകരമായ പല അപകടങ്ങളും ആക്സിഡന്റുകളും ജീവിതത്തിൽ സംഭവിച്ചു. ഞാൻ വിചാരിക്കും, എന്താ കർത്താവ് എനിക്ക് തന്നെ ഇത്ര അപകടം വരുന്നു? ഒരുപാട് അപകടങ്ങളിൽ രക്ഷപ്പെട്ടു. വാഹനാപകടങ്ങൾ, അല്ലാത്ത അപകടങ്ങൾ, പലതും അപകടത്തിന്റെ മുൻനിരയിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലായി, ഒരു നായയെ ഒരു ഉടമസ്ഥൻ തന്റെ വീട്ടിൽ കെട്ടി തന്റെ ഗേറ്റിൽ പൂട്ടിയിട്ട് 2 നേരം ആഹാരവും കൊടുക്കുന്നു, അതിന് വെള്ളവും കൊടുക്കുന്നു, കുളിപ്പിക്കുന്നെങ്കിൽ ആ നായ്ക്ക് നല്ല സംരക്ഷണമാണ്. എന്നാൽ ഈ വേട്ടയ്ക്ക് പോകുന്ന നായ്ക്കുള്ള പ്രത്യേകതയുണ്ട്, അതിന് സംരക്ഷണമില്ല. കാരണം നായാട്ടിന് വനത്തിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പോകുന്ന നായ്ക്ക് വനത്തിൽ പല മൃഗത്തോടും പൊരുതണം. ഒന്നിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആ പൊരുതുന്ന നായുടെ നഖം പോകും, അതിന്റെ ചെവി മുറിയും, വാല് മുറിയും, അതിന്റെ കണ്ണിന് കേടുവരും. അപ്പോൾ മൽപ്പിടുത്തം നടത്തുന്ന പലതിനും അങ്ങനെ വരും. സംരക്ഷണമായി കൂട്ടിൽ കിടക്കുന്ന ഒരു നായിക്ക് അത് പ്രശ്നമല്ല. പൊരുതി പോരാടുന്നവർക്ക് ശാരീരികമായ വൈകല്യങ്ങൾ പലപ്പോഴും അത് വരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിന്റെ പോക്കുകൾ വെള്ളിച്ചെരുപ്പിന്റെ മാർഗമല്ല. പോർക്കളത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ അനവധി പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ മുൻപിലും പിൻപിലും ഉണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോയെങ്കിലേ കർത്താവിന്റെ സന്നിധിയിൽ നിൽപ്പാൻ കഴിയും. നമ്മൾ കാണുന്നില്ല. കണ്ടാൽ വെള്ളം നല്ലതാണെങ്കിലും ഇതിന്റെ ആഴത്തിൽ ഇറങ്ങണം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട് എന്റെ പ്രസംഗത്തിൽ, നദി കടന്നവർക്കേ നദിയുടെ ആഴം അറിയാനൊക്കൂ. നദിയാ മഹാസമുദ്രമാണ്. ആ സമുദ്രത്തിന്റെ വിഷയം പറയുമ്പോൾ നദി കടന്നവർക്ക് നദിയുടെ ആഴം അറിയാം. വള്ളത്തെ പോകാം, ബോട്ടിൽ പോകാം, ചെങ്ങാടത്തെ പോകാം, അവർക്ക് സുഖമാണ്. പക്ഷെ നദി കടക്കുന്നവർ ചോദിക്കുക എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നദിയുടെ ഉള്ളിൽ വന്നപ്പോൾ വലിയ അടിയൊഴുക്കുണ്ടായിരുന്നു, കയ്യും കാലും തളർന്നു പോയി, രക്ഷപ്പെട്ടത് കൃപയാല എന്നതുപോലെ സുവിശേഷ വേല. കാണുന്നത് പോലെയല്ല സുവിശേഷ വേല. എങ്കിലും ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെയിരിക്കും. ഞാൻ ലോകാവസാനവും എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് ദൈവത്തിന്റെ ജനം മനസ്സിലാക്കണം. കഴിഞ്ഞ കാലങ്ങളെ പോലെയല്ല ഈ കാലഘട്ടങ്ങളിൽ കുറച്ച് വ്യത്യാസമുണ്ടെങ്കിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ രാവും പകലും ഇരുന്ന് ദൈവസ്ഥനിൽ കരഞ്ഞു നിലവിളിച്ചു കയറിയ എല്ലാ സഭകളിലും ഒരു സഭ പോലും നശിച്ചു പോകാതെ ദൈവം ഇന്നും അന്ന് നിലനിർത്തുന്നു. പ്രാർത്ഥനയുടെ മുൻപിൽ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ പേരിൽ സമർപ്പിക്കപ്പെട്ട എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ പ്രിയ സഹോദരങ്ങളെ, കർത്തൃദാസന്മാരെ, നിങ്ങൾ ഭയപ്പെടലും. നാം ചെയ്യുന്ന വേലയ്ക്കും ശുശ്രൂഷയ്ക്കും ഇവിടെ പ്രതിഫലമില്ല, ഒരു സമയം പ്രതിഫലം തരും. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട് നിശ്ചയമെന്ന് നാം വായിക്കുന്നത് പോലെ ഒരു സമയത്ത് നമ്മുടെ പ്രതിഫലം നമുക്കുണ്ട്. നമ്മൾ തകർന്നും തളർന്നും പോകലും വലിയ പ്രത്യാശയോടെ നമ്മൾ മുന്നേറുന്നെങ്കിൽ സർവകൃപാലുവാകുന്ന ദൈവം നമ്മെ അനുഗ്രഹിപ്പാനും ആശീർവദിപ്പാനും ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ട് എന്റെ സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ പറയലും, പപ്പ അവയെ ഒരു പാസ്റ്ററായി അല്ലെങ്കിൽ ഒരു ഉപദേശിയായി പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് നാളെ അടുത്ത തലമുറ പറഞ്ഞാലും അത് ചോദ്യം ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങൾക്ക് പഠിക്കുന്ന വിദ്യാഭ്യാസം ചെയ്യാം. പല നിലയിലും പല സാഹചര്യങ്ങളിലും ഒക്കെ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല വിദ്യാഭ്യാസം ചെയ്തു. മോളും അങ്ങനെ വിദ്യാഭ്യാസം ചെയ്തു. സമയമായപ്പോൾ കഴിഞ്ഞ 2023 ഒരു വിവാഹ വിഷയം അവർക്ക് കയറി വന്ന സമയത്ത് ഞങ്ങൾ ന്യായമായ രീതിയിൽ ഒരു ദൈവവേദന കിട്ടി അയച്ചു. മോള് കുടുംബമായി
ഇപ്പോൾ ഇലവന്തിട്ട് ജോലി ചെയ്യുന്നു. മരുമകൻ ദുബൈയിലാണ്. എന്റെ മോന് മുതൽ ഡിഗ്രി എടുത്തു. യു എയിൽ വർക്ക് ചെയ്യുന്നു. ദുബൈയില് പഠിച്ച ജോലിയല്ല കിട്ടിയത്, പഠിച്ചത് ഡിഗ്രിയുമല്ല, പിന്നെ താൽക്കാലം ഒരു ജോലി കിട്ടി. അങ്ങനെ അവരോട് കഴിയുന്നു. ഞാനും എന്റെ ഭാര്യയും ഉമ്മർനാട് അസംബ്ലി സ്കൂളിന്റെ ശുശ്രൂഷകളായി ഞങ്ങൾ സേവനം അനുഷ്ഠിക്കുന്നു. ആമേ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, ആമേ, ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് സഭാ ശുശ്രൂഷ. ലോകത്തിൽ ആരും മാനിക്കുന്ന ശുശ്രൂഷയാണ് സഭാ ശുശ്രൂഷ. എന്നാൽ ലോകത്തിൽ വലിയ കഷ്ടമുള്ളതും സുവിശേഷ വേലയാണ്. ലോകത്തിൽ ഏറ്റവും പ്രതിസന്ധി ഉള്ളതാണ്. ആമേ, ഒരു ഇന്ത്യൻ പട്ടാളക്കാരനോ ഇന്ത്യയിലെ ഒരു ആർമി ഉദ്യോഗസ്ഥനോ അവരുടെ ബറ്റാലിയൻ നമ്മുടെ ബോർഡറിൽ കിടക്കുന്നതിനേക്കാളും പ്രയാസമാണ് ഒരു സഭാ ശുശ്രൂഷകൻ. ഏത് സമയത്തും ഫോൺ കോൾ വരാം, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പീഡകൾ വരാം. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ പ്രാർത്ഥനയിലും മധ്യസ്ഥയിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ്. ആമേ, അല്പത്തിൽ വിശ്വസ്തന്റെ ദൈവം അധികത്തിൽ വിചാരകനാക്കും. അതുകൊണ്ട് പ്രതിഫലം നമുക്കുണ്ട്, ഇവിടെയല്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇരുന്ന സഭകളും ഇരുന്ന ആമേൻ എല്ലാ സ്ഥലങ്ങളിലും എന്നോളോ ആവോളോ ഞാൻ കർത്താവിന്റെ വേലയിൽ ചെയ്തിട്ടുണ്ട്. ഇന്നും എന്റെ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തിയോളജിക്കൽ സെമിനാരികൾ എനിക്ക് കിട്ടിയ തിക്ത അനുഭവങ്ങളിൽ എനിക്ക് വളരെ ഗുണം, ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി എന്ന് വചനം പറയുന്ന പോലെ ആ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തില് ഏറിയ സമ്പത്തായി ഒരാലയം, ദൈവത്തിന്റെ ആലയത്തിന് തുല്യമായി ഞാൻ സ്നേഹിക്കുന്ന തിയോളജിക്കൽ സെമിനാരി എനിക്ക് മറക്കാൻ കഴിയില്ല. ഒരു സുപ്രഭാതത്തിൽ ആമേൻ ആ ഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതിന്റെ വാർഡനായ ഒരു കർത്തദാസനുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചു, വീട്ടിൽ ചെല്ലണം. ഞാൻ ചോദിച്ചു, പറഞ്ഞു, ആമേൻ, ഒരു കവർ തന്നിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയി ഇടണം എന്ന് പറഞ്ഞു. ഒരു ഷർട്ട് എനിക്ക് തന്നിട്ട് പറഞ്ഞു, ആമേൻ, ഞാൻ കാണുമ്പോൾ അല്ലേ ഈ ഷർട്ടേ ഉള്ളോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ വെള്ള ഷർട്ടല്ലേ. ഞാൻ വിശ്വാസം സ്വീകരിച്ചിട്ട് എന്നോട് ആരും പറഞ്ഞതല്ല, എനിക്ക് വെള്ള ഷർട്ടിനോട് താല്പര്യമായി ഇന്ന് വന്നു. അപ്പോൾ അങ്ങനെ എന്നെ സാമ്പത്തികമായി ആമേൻ പല നിലയിലും എന്നെ പലരും സഹായിച്ചിട്ടുണ്ട് കർത്താവിന്റെ പേരിൽ. അത് നിമിത്തം എന്റെ ജീവിതത്തിൽ ഞാൻ ഇരിക്കുന്ന സഭകളിലും എന്നാൽ കഴിയത്തില്ല എങ്കിലും മറ്റുള്ളവരുടെ നന്മകൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ടിയുള്ള ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഇരുന്ന സഭകളിൽ 4-5 പെൺകുഞ്ഞുങ്ങളുള്ള സഭകളിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഇവിടെ മാതാപിതാക്കൾ നിവൃത്തിയില്ല, ഒരു കഴിവില്ലാത്തവരാ. ചോദിക്കുമ്പോൾ കല്യാണം കഴിയാൻ നിവൃത്തിയില്ല. 24 വയസ്സ് 28 വയസ്സ് താഴോട്ടുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ സാമ്പത്തികമുള്ളവരെ പോയി സമീപിച്ചിട്ട് അവരോട് പറയുന്നത് ഒരു വിഷയമുണ്ട്. നിങ്ങൾ ചെയ്യണം, എന്റെ ഹൃദയത്തിന്റെ ഭാരം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നു, നിങ്ങൾ ദൈവമായിട്ട് തീർത്തുകൊള്ളണം. എന്റെ ഉള്ളിൽ കിടന്ന ഭാരം എന്റെ കുഞ്ഞുങ്ങൾക്കോ എനിക്കോ ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ അവർ ചോദിക്കുക എന്തോ ചെയ്യണം. ഞാൻ പറയും, ന്യായമായത് നിങ്ങൾ ചെയ്താൽ ഒരു കുടുംബം ഭദ്രമായി കഴിയുമല്ലോ. അനവധി കുഞ്ഞുങ്ങളെ പല സഭകളിലും പല പെൺകുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പാൻ എന്റെ പൈസയല്ല, ഞാൻ വായിട്ട് ചോദിച്ചിട്ടുണ്ട്, അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വാക്ക് കേൾക്കുന്നവർ മനസ്സിലാക്കണം. അനേക പെൺകുഞ്ഞുങ്ങൾ, പ്രായമായവർ, നിവൃത്തിയില്ലാത്തവരെ ന്യായമായ രീതിയിൽ മറ്റുള്ളവർ പണം വാങ്ങി ഞാൻ കയ്യിൽ വെക്കാതെ കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്നവരും വാങ്ങുന്നവരെയും അവരെ വിളിച്ച് രഹസ്യമായി പണങ്ങൾ കൈമാറ്റം ചെയ്ത് അവരെന്ന് കുടുംബമായി കഴിയുന്നവരുണ്ട്. അനേക പെൺകുഞ്ഞുങ്ങൾ. വസ്തുവില്ലാത്ത പലർക്കും വസ്തുക്കൾ വാങ്ങുവാൻ മറ്റുള്ളവരെ റിപ്പോർട്ട് ചെയ്തു, നിങ്ങളുടെ വസ്തുവല്ലേ, ധരിഭൂമിയല്ലേ, അല്ലെ നിങ്ങളുടെ പ്രമാണത്തിലുള്ള കൊടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അനവധി അനേക വിഷയങ്ങൾ എന്റെ ക്രിസ്ത്യ ജീവിതത്തിൽ മനസ്സാക്ഷിക്ക് മുമ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെയ്തിട്ടില്ല, എന്റെ തലമുറയ്ക്ക് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാ ഞാൻ പറയുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ചില വീടുകളിലൊക്കെ ചിലപ്പോൾ തലമുറയില്ലാത്ത വിഷയം, പല സഭകളിൽ അവരുടെ വീട് പറഞ്ഞുവിടാം. എന്റെ ഓർമ്മ ശരിയെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞവർ, 55 വയസ്സ് കഴിഞ്ഞവർ, തലമുറയില്ല. കല്യാണം കഴിഞ്ഞിട്ട് 55-50 വയസ്സാകുമ്പോൾ ഓർക്കണം അവരുടെ തലമുറയുടെ ബന്ധം എന്താണ്. ഞാൻ ചോദിച്ചിട്ട് അവരെ കൊണ്ടുപോസിക്കും, പ്രാർത്ഥിപ്പിക്കും. അവരെ തന്നെ ഇരുത്തി പ്രാർത്ഥിച്ചിട്ട് വചനപ്രകാരം ഞാൻ വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തിട്ടുണ്ട്, എണ്ണ പ്രാർത്ഥിച്ചു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ 1, 2, 3 മാസം കഴിയുമ്പോൾ അല്ലെ അടുത്ത മാസം കഴിയുമ്പോൾ അവർ പറയും ഇന്ന വിഷയങ്ങളുണ്ട്. ആമി, അവർക്ക് കൊമിറ്റിക്ക് ഉണ്ടായ പലരും എന്നോട് വന്നിട്ടുണ്ട്. ആമി, യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളവരോ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് ആക്കുമ്പോൾ അവർക്ക് വിശേഷമുണ്ട്. അനേക കുഞ്ഞുങ്ങൾ പ്രായപരിധികൾ വർഷങ്ങളായവർക്ക് ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ, ദൈവം പ്രവർത്തിച്ചു. എന്നിൽ അങ്ങനെ എന്തോ ഒരു കൃപയില്ല. ഞാൻ അവരുടെ വിശ്വാസം അനുസരിച്ച്, എന്റെ വിശ്വാസം അനുസരിച്ച് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെല്ലാം ദൈവം അതിൻ്റെതായ സമയത്ത് അവർക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, പെന്തക്കോസ്തിന്റെ അനുഭവം കുറഞ്ഞു പോയിട്ടില്ല. പെന്തക്കോസ്തിന്റെ അനുഭവം നിലനിൽക്കുന്നുണ്ട്. നാം പ്രാർത്ഥിച്ച ദൈവം അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് എനിക്ക് ഇന്നും വിശ്വാസമുണ്ട്. അത് ദൈവം നടത്തിക്കൊണ്ട് ഏത് വിഷയത്തിന്
ചെറുതും വലുതും ഏത് വിഷയത്തിന്മേലും നാം ദൈവത്തിനെ പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്റെ ആത്മീയ വിശ്വാസത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഭാരപ്പെട്ടു പോകല്ല്. ആമേ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാ ഈ മൂടൽ മഞ്ഞ് മാറുന്നതെന്ന് അറിയത്തില്ല. മൂടൽ മഞ്ഞ് നമുക്ക് വേണ്ടി മാറ്റപ്പെടുത്തുന്ന ആ ദൈവമാണ്. നമ്മൾ ആരും നമ്മുടെ ജീവിതത്തിന്റെ വിധിയുടെ മുൻപിൽ തല കുനിക്കരുത്. വിധിക്കുന്ന കർത്താവെങ്കിലും അതിന്റെ സമയത്തിന്റെ സമാപ്തിയിലേക്ക് ഇരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ആമേ. സ്തുതിക്കുന്നു. എസ്തേറിന്റെ രഹസ്യ ഉപവാസ പ്രാർത്ഥനയും മൊർദെഖായിയുടെ അയ്യംവിളിയും ആമേ റൂട്ടിനെ മാറ്റിയ ഒരു ദൈവം നമ്മുടെ നടുവിൽ ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന ദൈവദാസന്മാരോ വിശ്വാസികളോ ഉണ്ട്, ആമേ പതറി പോകല്. അവൻ പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താണെന്നറിയുമോ? എന്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ചു പോകത്തില്ല. നമ്മുടെ ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ ലജ്ജിക്കാതെ നിൽക്കുന്നെങ്കിൽ ദൈവം നമ്മെ ഉയർത്തും. ഈ ലോകത്തിന്റെ ഭൗതികമല്ല നമ്മെ ദൈവം ഉയർത്തുന്നത്. നമ്മുടെ തലമുറകളിൽ നാം ഒരുമിച്ച് വിശ്വാസ പ്രമാണം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനെ തന്നെ നമ്മൾ നിൽക്കുന്നെങ്കിൽ ദൈവം നമ്മെ നടത്താൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് ആമേ ഈ ടിവിയിൽ കൂടെ ആമരോമ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ആമേ ദൈവദാസന്മാരെ, നിങ്ങൾ ചെയ്യുന്ന സേവനവും മറ്റുള്ളവർക്ക് പ്രയോജനമായി അവർക്കൊരു ഉത്തേജനമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനയിൽ കരുതുകയാണ്. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ആമേ പ്രൈസ്തലോ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഞാൻ ഒരു സംഘടനയിൽ നിൽക്കുമ്പോൾ ആ സംഘടനയുടെ സംരക്ഷണയിലും ഞാൻ ഇന്ന് പാർക്കുന്നത് ആമീൻ അസംബ്ലീസ് കൂടെ എന്ന് പറയുന്ന ഈ മഹാ ആമേ സമൂഹത്തിന്റെ പാസ്റ്റേജിലാണ് പാർക്കുന്നത്. ആമേ എന്റെ അഭയം ഇവിടെയാണ്. ഞങ്ങളെ സ്ഥലം മാറ്റുമ്പോൾ അങ്ങനെ പറയുന്നിടത്ത് പോകുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഞങ്ങൾ വിശ്വാസത്തിന്റെ നങ്കുരം ഇട്ടുകൊണ്ട് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോവുകയാണ്. പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ ആത്മകണ്ണുകളിൽ വിശ്വസിക്കുന്നു. ആമേ നിശ്ചയമായും ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ ഈ 36ാമത്തെ വർഷമാണ്. സ്വന്തം സ്ഥലം കുണ്ട്രയാണ്. കുണ്ട്ര എന്നത് ബൈബിളിലുള്ള സ്ഥലമാണ്. കുണ്ട്രയിൽ ഇന്ന് 36 വർഷത്തിന് പറയുമ്പോൾ എന്റെ സമപ്രായക്കാരോ എന്നെ ഉള്ളവരൊന്നും അറിയത്തില്ല. കാരണം സ്ഥലം മാറി കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ സ്ഥലം മാറി ദൈവത്തിന്റെ വേല ചെയ്ത് പോകുന്നുണ്ട്. വീടുമായിട്ടുള്ള ഒരു ബന്ധം ഒന്നുമില്ല. അവിടെ ഒരല്പം ആമേ പ്രൈസ്തലോ ചെറിയ സാഹചര്യമാ. അതൊക്കെ വിട്ടിട്ട് ദൈവത്തിന്റെ വേല കാണിപ്പാഞ്ഞിരിക്കുന്ന ദേശത്ത് അബ്രഹാമിനെ അയച്ചതുപോലെ ഈ വടക്കൻ പ്രദേശങ്ങളിലേക്ക് വർഷങ്ങളായി ഈ 36 പരം വർഷങ്ങൾ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ പ്രത്യാശയോടെ നിന്നുകൊണ്ട് ആരുടെയും മുൻപിൽ എന്റെ ക്ഷീണമോ ഭാരമോ പറയാതെ ആമേ ദൈവത്തിന്റെ സ്ഥനിൽ വിശ്വസ്തയോടെ നിൽപ്പാൻ ദൈവമായ കർത്താവ് എന്നെയും എന്റെ കുടുംബത്തെ സഹായിക്കുന്നു. എന്റെ ശുശ്രൂഷയുടെ ഒരു ഭാഗത്തിൽ അവൾ കൂടുതൽ എന്റെ ഭാര്യ പ്രിയപ്പെട്ടുള്ള കരയും. അവൾ വളരെ നിലവിളിച്ച് ദൈവത്തിന്റെ കരയും. ആത്മാക്കൾക്ക് വേണ്ടി കരയും, സഹോദരങ്ങൾക്ക് വേണ്ടി കരയും, സഭയ്ക്ക് വേണ്ടി കരയും. അങ്ങനെ കരഞ്ഞും പ്രാർത്ഥിച്ചുമാണ് ഞങ്ങൾ ദൈവത്തിന് മുൻപിൽ മുന്നോട്ട് പോകുന്നത്. ആമേ പ്രീസ്തല്ലോ. നമുക്കൊന്നറിയാം, ക്രിസ്ത്യ ജീവിതത്തിൽ 600,000 യാത്ര ചെയ്തിട്ട് 2 പേർ മാത്രമേ നിത്യത കനാലിൽ എത്തിയുള്ളൂ. അപ്പോൾ നമ്മൾ സ്വയം ശോധനയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തുമായി, നമ്മൾ എവിടെയായി, നാളെ എപ്രകാരമായി പോകുന്നു എന്നുള്ള ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന് നിൽക്കാനൊക്കൂ. ഒരു ദൈവ പൈതന്റെ ജീവിതത്തിന്റെ ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത് അവരുടെ പ്രാർത്ഥനയിൽ കണ്ണുനീരുണ്ടെങ്കിൽ, കണ്ണുനീരോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. കണ്ണുനീരോട് വിതച്ചാൽ നമ്മൾ ആർപ്പോട് കൊയ്യും. അതുകൊണ്ട് ഞാൻ പറയുക, ആമേ നമ്മുടെ കണ്ണുനീര് ദൈവത്തോട് മടക്കി ചോദിക്കണം. എന്നെ കാണാൻ ഈ വർഷങ്ങളിൽ എന്നെ തിരക്കി വരുന്നവരൊക്കെ കോളേജിൽ വന്ന് എന്നെ കാണാൻ വരുമ്പോൾ എന്നെ റൂമിലില്ല. അവര് ഞങ്ങൾക്ക് പറയും, എന്നെ കാണണമെങ്കിൽ ആമേ സ്തോത്ര 2ാമത്തെ നിലയിൽ ചെയർകേസിന്റെ താഴെ ആമേൻ കുറച്ച് കാർഡ്ബോർഡുകളൊക്കെ ഇങ്ങനെ വെച്ച് നേരത്തെ പ്രാർത്ഥിച്ച ദൈവദാസന്മാർ മണക്കാലിലുണ്ട്. അവിടെ ചെന്ന് കുനിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ മണിക്കൂറുകളോളം ഞങ്ങളിത് പ്രാർത്ഥിക്കും. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കൊണ്ടുവരുന്നത് എന്റെ വിദ്യാഭ്യാസമല്ല, എന്റെ ഒരു ക്വാളിറ്റിയും ഇല്ല, എന്റെ വാക്കിന്റെ ചാതുര്യം കൊണ്ടല്ല. ദൈവമുൻപാകെ ആത്മാർത്ഥമായിരുന്ന കരയും, ജീവിതത്തിന്റെ വഴികൾ ഓർക്കും. 10 മക്കളിൽ ജനിച്ച് 2 പേരെ എന്റെ മുമ്പിൽ മരിച്ചുപോയി മൺമറഞ്ഞു. 8 മക്കളും മാതാപിതാക്കളും വന്ന സാഹചര്യങ്ങൾ, എന്റെ മാതാവ് ആ കാലഘട്ടം അനുഭവിച്ചതിന്റെ ദുരിതവും ദുഃഖവും ഞാൻ ഓർക്കും. പക്ഷേ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് എന്റെ പിതാവിനോ മാതാവിനോ ഒരു നല്ല സാഹചര്യം ഒരുക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ആ മുറിവുകൾ എന്റെ ഹൃദയത്തിലുണ്ട്. നല്ല വസ്ത്രം വാങ്ങി കൊടുക്കുവാനോ നല്ല ആഹാരം കൊടുക്കുവാനോ എന്റെ മാതാവും പിതാവും എന്തുമാത്രം കഴിച്ചിട്ടുണ്ടെന്ന് ഓർക്കുമ്പോൾ എന്റെ മനസ്സിന്റെ ഹൃദയത്തിന്റെ ആ മുറിവുകൾ സമുദ്രം പോലുള്ള മുറിവ ഞാൻ ചിന്തിക്കാറുണ്ട്. ഇത്രത്തോളം സംവിധാനമൊന്നും അന്നില്ല. ആമേൻ. എന്റെ പിതാവിന്റെ വേർപാട് കഴിഞ്ഞു നാട്ടുകാരും വീട്ടുകാരെല്ലാം വന്നപ്പോൾ അവരെല്ലാം കൂടെ കൂടി ഒരു കുടുംബ യോഗം കൂടിയിട്ട് പറഞ്ഞു, നിന്റെ പിതാവ് മരിച്ചുപോയി, പ്രായം ഉണ്ടായിരുന്നു, നിന്റെ മാതാവ് ഒറ്റയ്ക്കേ ഉള്ളൂ, മാതാവിന് പ്രഷറും ഷുഗറും ഉണ്ട്, ഇനി തീരുമാനം തങ്കച്ചാൽ നിന്റെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ ചിന്ത വരുന്നത്, എല്ലാവരും വിവാഹസ്ഥരായി, അമ്മയെ നോക്കാൻ ആരുമില്ല.
ഞാനന്നേരം അമ്മയോട് ചോദിച്ചു, അമ്മ എന്തോ പറയുന്നത്? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ പഠനമൊക്കെ ഇനി അവിടെ കോളേജിലും പ്രശ്നമാ, ഇതാണ് പ്രശ്നം, എന്റെ പ്രശ്നമല്ല, സാമ്പത്തിക പ്രശ്നം, വളരെ വേദന, അതുകൊണ്ട് കോളേജിലെ ജീവിതവും ഇങ്ങനെയാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പോഴേ ബൈബിൾ കോളേജിൽ പോകുന്നില്ല, പിന്നെ ഞാൻ അമ്മയെ നോക്കി ഇവിടെ നിൽക്കാം. എൻ്റെ അമ്മയുടെ വാക്കുകൾ ഇന്ന് എൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കുന്നു. മോനെ, എനിക്ക് പ്രായം എന്തോ ആയി, എന്റെ പ്രായം ഇത്രയാ, നീ എന്നെ നോക്കി നിന്നാൽ എത്ര നാൾ നോക്കി നിൽക്കും? എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല, നിന്റെ തീരുമാനമാണ്, ദൈവം നിന്നെ നടത്തും. ആ വാക്ക് എൻ്റെ ഹൃദയത്തിൽ, ആമേ, അന്നും ഇന്നും എൻ്റെ മാതാവിന്റെ വാക്ക് എന്നെ സന്തോഷത്തോട് നടത്തിയിരിക്കുന്നു. അവരുടെ ആ കാലഘട്ടങ്ങളിൽ എൻ്റെ ഭൗതിക ലോകത്തിൽ ഒരു ജോലിയൊക്കെ ലഭിച്ചവരെ സംരക്ഷിക്കണമെന്നൊക്കെയുള്ളൊരു ചിന്ത വന്നു. എൻ്റെ പ്ലാനുകളെല്ലാം ദൈവം മാറ്റിക്കളഞ്ഞു. ഞാൻ ഏത് പദ്ധതി ഇട്ടാലും അത് തമ്പുരാൻ പൊളിച്ചിരിക്കും, ഏത് കാര്യങ്ങൾ പറഞ്ഞാലും. കാരണം കടലിൽ വെള്ളമുണ്ട്, ഒരു പാത്രത്തിൽ കൊണ്ട് കോരാൻ പറഞ്ഞാൽ അന്ന് കടൽ പറ്റും. വിവിധ മേഖലകളിൽ ചില ശാന്ത അന്തരീക്ഷത്തിൽ എനിക്ക് ഇച്ചിരി ഹൈറ്റൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് എന്നോടൊരു മിലിറ്ററിക്കാരൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു, തങ്കച്ചനെ വേണേ ഞങ്ങൾ പട്ടാളത്തിൽ കയറ്റി വിടാം. അന്നത്തെ കാലത്ത് 20,000 രൂപ കൊടുക്കണം. 90കളിൽ 88-ൽ 90 20,000 രൂപ പട്ടാളത്തിൽ കയറ്റി വിടാം, അവരുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് പാർട്ടി നടത്താൻ. എല്ലാവരോടും പറഞ്ഞ എന്നാൽ നല്ല കാര്യമായിരിക്കും എന്ന് കരുതിയപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി ഒരു പഞ്ചാബി വെടിവെച്ചു കൊല്ലുകയാണ് 84-ൽ. ആ പണിയും പാളി. പിന്നെ അത് നിന്നു. എവിടെ പോയാലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇന്നൊരു കസാര കിട്ടിയിരിക്കാം, നിങ്ങൾക്ക് ഔദ്യോഗിക സ്ഥാനം കിട്ടിയേക്കാം, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവവിളി ഉണ്ടെങ്കിൽ ആ വിളിയെ നമ്മൾ തിരസ്കരിക്കരുതും. ആ വേലയോടുള്ള ബന്ധത്തിലും കർത്താവിന്റെ വേലയും ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കറിയാമല്ലോ, വിളി വന്നാൽ നമ്മൾ പോയേ പറ്റൂ. താൽക്കാലിക വിളിയിൽ പോയി നമ്മൾ എന്തെങ്കിലും സമയമായപ്പോൾ ഞാൻ അതിനെല്ലാം വിട്ട് ഗുഡ് ബൈ പറയുവാനിടയായി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അല്പം കൂടെ നേരത്തെ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്റെ ശുശ്രൂഷ കാലഘട്ടം ഇപ്പൊ പുറമേ ഏതാണ്ട് പ്രൈസ്തല്ലോ ഓർമ്മ ശരിയെങ്കിൽ 27 തുടങ്ങി 62 പരം വർഷങ്ങൾ മുന്നോട്ടിട്ടു. ഇതുവരെ ഒരു അവധി എടുത്ത് പോയിട്ടില്ല, ഇതുവരെ ഒരു പണിഷ്മെന്റിൽ മാറി നിന്നിട്ടില്ല. ജീവിതത്തിന്റെ എന്റെ ജനനത്തിന് ശേഷം ഏറ്റവും കൂടുതലും ഈ പാസ്റ്റേജുകളിൽ മാത്രം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ജീവിച്ചു പോകുന്നു. ഇനിയുള്ള കാലഘട്ടവും എനിക്കറിയില്ല എന്താണെന്നുള്ളത്. എങ്കിലും ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ട്. യജമാനന്റെ വേല ചെയ്യുവാനും യജമാനന്റെ പെട്ടകം ചുമക്കുവാനും അറിയാത്ത സ്ഥലങ്ങളിലും സ്ഥാനങ്ങളിലും ഭവനങ്ങളിലും പോയി കർത്താവിന്റെ വചനം പ്രസംഗിപ്പാനും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന എൻ്റെ ഹൃദയത്തിൽ ആടുമേറിയ സന്തോഷമുണ്ട്. ഒരു ദുഃഖവും ഒരു കഷ്ടവും മുറിവും വരുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കുന്ന കാര്യമുണ്ട്. ഇല്ല, അതിന്റെ മുൻപിൽ ഒരു സന്തോഷം. ഏത് കഷ്ടങ്ങളും ഏത് ദുഃഖവും വരുമ്പോൾ എൻ്റെ പിൻപിൽ ഒരു ദൈവം സഹായിക്കും. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും ഞാൻ കൂടുതൽ വചനം വായിച്ചാൽ കൂടുതൽ ഞാൻ സമയം എൻ്റെ ശുശ്രൂഷയ്ക്ക് പ്രയോജനപ്പെട്ടത് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥനയിലിരുന്നാൽ ഞാൻ സമയം നോക്കത്തില്ല, സാഹചര്യം നോക്കത്തില്ല. പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിന്റെ വേര് നമ്മൾ തോണ്ടുന്നത് പോലെ. ഒരു വൃക്ഷത്തിന്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്ന ദൈവത്തിന്റെ പൈതൽ മനസ്സിലാക്കണം. ഒരു വൃക്ഷം നട്ടാൽ അതിന്റെ വേര് തോണ്ടുക, വെള്ളമൊഴിച്ച് അതിന്റെ മണ്ണ് മാറ്റി വേര് പൊട്ടാതെ ആഴത്തിൽ പോയി എടുക്കുന്നതാണ് പ്രാർത്ഥന. അല്ലാത്ത പ്രാർത്ഥനയാണ് വ്യത്യാസമുണ്ട്. കാരണം വേര് പൊട്ടിക്കൂടാ. ഒരു വേര് പൊട്ടിയാൽ അടുത്ത മറ്റു വൃക്ഷത്തിന് കേടാ. അതുപോലെ ഇലയ്ക്കും മുള്ളിൻ കേടില്ലാതെ ആത്മാന്തരീക്ഷത്തിലിരുന്ന ഹൃദയം നിരൂപണത്തോട് ആത്മസാന്നിധ്യത്തോട് നാം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിശ്ചയമായി ദൈവം ആ വിഷയത്തിന്മേൽ വിടുതൽ അയച്ചിട്ടുണ്ട്. എന്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ മറന്ന് ഞാൻ ശുശ്രൂഷയുണ്ട്. 2 കിഡ്നിയും പ്രോബ്ലമായ ഒരു കൊച്ചുചേർക്കാൻ എന്റെ ശുശ്രൂഷ കാലഘട്ടങ്ങൾ വന്ന് അവന്റെ മാതാവ് ആർസിക്കരെ കൈയടിച്ച് സത്യം ചെയ്ത് എന്നോട് പറഞ്ഞ്, എന്റെ കുഞ്ഞ് നഷ്ടപ്പെടും, 2 കിഡ്നി പോയി. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, നീ വിശ്വാസത്തിൽ കടന്നു വരണം. ആ കുട്ടിയുടെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടും 3 ദിവസം വെള്ളം കുടിക്കാതിരുന്ന് പ്രാർത്ഥിച്ചു. കുളിക്കും, വെള്ളം കുടിക്കത്തില്ല, ചായ കുടിക്കത്തില്ല. പ്രാർത്ഥിച്ചിട്ട് ക്രിസ്ത്യൻ കോളേജ് മദ്രാസിൽ പോയി. അപ്പോൾ ഇവരിവിടുന്ന് നരസിംഹ റാവു മന്ത്രിസഭയിൽ നിന്ന് 1 ലക്ഷം രൂപ, അന്നത്തെ ഒരു കളക്ടറായിരുന്ന കൃഷ്ണകുമാറിൽ നിന്നും പലരിൽ നിന്നൊക്കെ പണം എടുത്ത് 7 ലക്ഷം രൂപയായിട്ട് ഒരു മദ്രാസിൽ പോവുകയാണ്. ഞാൻ 3 ദിവസം പ്രാർത്ഥിച്ചു. അവിടെ ഓപ്പറേഷന് പോവുകയാണ്. ആരുടെയോ ഒന്നെടുത്ത് വെക്കാൻ 2 നഷ്ടപ്പെട്ടതാ. ആ കുട്ടി അന്ന് 5-6 വയസ്സേ ഉള്ളൂ. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാര് ചെക്കപ്പ് ചെയ്ത് പരിശോധിച്ചപ്പോൾ പടപടോടെ വെല്ലടിച്ചു. ഡോക്ടേഴ്സ് എല്ലാം ഓടി വന്നു. ഓപ്പറേഷന്റെ ഇനിമേ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരിശോധിച്ചപ്പോൾ 2 കിഡ്നിയും ഒരുപോലെ വളരാൻ തുടങ്ങി. ക്രൈസ്തലോ, അവരറിയുന്നില്ല ദൈവത്തിന് മുൻപാകെ ഞാൻ ഈ
ആരോമ ഇവിടെ മുൻപിൽ നിന്ന് പറയുന്നു, ആമേ ഞാൻ 3 ദിവസം ദൈവത്തന്നിൽ എനിക്ക് വേണ്ടില്ല അവർക്കൊരു വിടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചവനാണ്. ഈ സംഭവം നടക്കുന്ന 1993 ആമേൻ അടുതല സഭയുടെ നടുവിൽ വെച്ചാണ്. അവർക്ക് വിടുതൽ പ്രാപിച്ചു. അപ്പോൾ ഈ പണമെല്ലാം അതാത് ഡിപ്പാർട്ട്മെന്റ് ആമേ അതിനെ സഹായിച്ചതായിരുന്നു. അന്നത്തെ കാലത്ത് നമ്മുടെ മൗണ്ട് സിയോൻ ആമേ ഇവിടുത്തെ മുളക്കട ചർച്ചക്കൂടിനെ സഹായിച്ചിട്ടുണ്ട്. ആമേ ജെറോം കൊല്ലം നഗർ അവിടെ നിന്ന് സഹായിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിസഭ സഹായിച്ചിട്ടുണ്ട്. 6-7 ലക്ഷം രൂപയായിട്ട് ഒരു മദ്രാസിൽ പോയതാ. ആ പണമെല്ലാം അവർ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ആ പൈതൽ ഇന്ന് ആമേൻ ഒരു IT മേഖലയിൽ അവൻ ജോലി ചെയ്യും. കാരണം ഞാൻ ആഗ്രഹിച്ചത് എന്നെ നോക്കാതെ ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. ഞാൻ ഇല്ലാതെ എന്റെ വിഷയമേ അല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ആമേ ഏതെങ്കിലും വിധത്തിൽ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുവാൻ അനവധി കഷ്ടങ്ങൾ കൂടെ, അനേക പ്രയാസങ്ങൾ കൂടെ, അനേക പ്രതിസന്ധികൾ കൂടെ ഈ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ തന്റെ പെട്ടകം ചുമപ്പാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അതെന്റെ ജീവിതത്തില് പിൻപിലെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ദാസന്മാരെ, വിശ്വാസ സമൂഹമേ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പോലെ പ്രാർത്ഥന കുറയുന്ന ഒരു കാലഘട്ടമാണ്. നാം എല്ലാവരും പ്രാർത്ഥനയിൽ മടങ്ങി വരെയോ മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് ദൈവത്തിന് മുൻപാകെ നമ്മൾ നിലനിൽക്കുന്നെങ്കിൽ നമ്മുടെ എല്ലാ സാഹചര്യങ്ങൾക്കും ദൈവമായ കർത്താവ് ഒരു വ്യത്യാസം തരാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ പുറമോട്ട് പോകരുത്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഓർത്തുകൊള്ളണം. അവർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയില്ല എങ്കിലും നാം ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ അതാണ് ദൈവത്തിന്റെ ആമവിധി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കും. പ്രാർത്ഥനയിൽ ഇടയന്റെ സ്വരം തിരിച്ചറിയുക, വിശ്വാസം ആത്മാവിന്റെ ഒരു ചിറകായി മാറുന്നെങ്കിൽ അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അതുകൊണ്ട് എന്റെ ജീവിത സാഹചര്യത്തിൽ ഇത്രയും പ്രായത്തിൽ വിട്ടുപോകാതെ, ഒരു സഭയിൽ ഇട്ടിട്ട് പോകാതിരിക്കാനോ തടസ്സം പറയാതോ, ഗുണമാകട്ടെ ദോഷമാകട്ടെ ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് കർത്താവെ ഞാനും എന്റെ കുടുംബം പോവുകയാണ് എന്ന് പറഞ്ഞ് പോകാറുണ്ട്. പിന്നെ സഭാ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു സ്ഥലത്ത് ചെന്ന് ആ കാലാവസ്ഥയിൽ, ആ പ്രത്യാശയിൽ അവിടെയുള്ള ജനത്തോടൊക്കെ ഞങ്ങൾ ഒരു ചെടി പോലും ഞങ്ങൾ വെക്കാൻ ഞങ്ങൾക്ക് മനസ്സുണ്ടാകത്തില്ല. മനസ്സുള്ളത് ഞങ്ങൾ ഒരു ചെടിയോ കാര്യങ്ങളോ ഒരു ചർച്ച നടമ്പഴത്തേന് ഞങ്ങളുടെ സ്ഥലമാറ്റം വരും. അപ്പോൾ പിന്നെ നമുക്ക് അതിനെപ്പറ്റി ഒരു കാര്യം, അയൽക്കാരോട്ടുള്ള നല്ല ആത്മബന്ധം, സഭയോടുള്ള ആത്മബന്ധം, ഇതിനോടൊക്കെയുള്ള കൂറും കടപ്പാടും ഉണ്ട്. ഇസ്രായേൽ മക്കളിനെ കൂടാരം മാറ്റി അടിച്ചതുപോലെ ഇതുവരെ ഞാൻ എന്റെ വീടെന്ന് പറയാൻ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പോയിട്ടില്ല. വീടെന്ന് പറയാൻ ഞാൻ പാസ്റ്റേജിൽ നിന്ന് പാസ്റ്റേജിലേക്കാണ് പോകുന്നത്. എന്റെ മോളെ കല്യാണം കഴിക്കുമ്പോഴും ഞങ്ങൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. അവർ വന്നു, ആല അസംബ്ലി സഗോഡിന്റെ പാസ്റ്റേജിൽ വെച്ചാണ് മോളെ കല്യാണം കഴിച്ചത്. ഞങ്ങൾക്ക് അങ്ങനെയുള്ളു പറയുവാൻ, സത്യം മാത്രം തുറന്നു പറയും, സകലതും പറയും. അങ്ങനെ ജീവിതത്തിൽ വിശ്വാസത്തിൽ മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിന്റെ കൈമുതൽ വിശ്വാസമാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാം വിശ്വാസം മാത്രമാണ്. ഞാൻ ഓൾ ഉപസിക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഉപസിപ്പിക്കും, അവരെ കൊണ്ട് ഉപസിക്കും. അവൻ ജോലിക്ക് പോകുവാൻ അവൻ ത്യാഗം ചെയ്യാൻ പറഞ്ഞു. മോനെ ഞാൻ പഠിപ്പിച്ചു, എന്റെ നിവൃത്തി ഇത്രയേ ഉള്ളൂ. ഞാനൊരു പാസ്റ്റാണ്, ഞാൻ രാഷ്ട്രീയ രീതി പോകത്തില്ല, രാഷ്ട്രീയം എനിക്ക് അറിയില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ കഴിവുള്ളിടത്തോളൂ നിങ്ങൾ പറഞ്ഞ ഡിഗ്രി എടുത്ത് പഠിപ്പിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ആലയിൽ വെച്ച് പ്രീസലോ ഒരു ഫെബ്രുവരി കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഫെബ്രുവരി മാർച്ചിൽ അവൻ പ്രാർത്ഥിച്ചു. അവൻ 7 ദിവസം ദൈവത്തിന് ഉപവസിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വളർത്തി വിട്ടതേ ഉള്ളൂ, ഇനി നിങ്ങൾ പക്വതയും പ്രാപ്തിയായി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം. അവന് ഫാസ്റ്റ് സ്റ്റേജിൽ തന്നെ 7 ദിവസം ഉപവസിച്ചു. ദൈവം അവന് വേണ്ടി ഒരു ചെറിയ വഴി തുറന്നു. അവനിപ്പോ അവിടെ നിൽക്കുന്നു. അവിടെയുള്ള അവിടുത്തെ ഒരു സഭയോട് ചേർന്ന് ആത്മീയ കാര്യങ്ങൾ അവൻ പോവുകയും വരികയൊക്കെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, മോനെ എന്റെ സമ്പത്ത് ഇതേ ഉള്ളൂ, നിങ്ങൾ വിശ്വാസം ത്യജിക്കരുത്. നമുക്ക് ഇത്രയും ദൈവം നമ്മെ കൊണ്ടുവരാൻ കാരണം നമ്മുടെ പ്രാർത്ഥനയും കണ്ണുനീരും. ദൈവം നമ്മെ കൊണ്ടുവന്ന് ഒരിക്കലും മറന്നു പോകരുത്. ഞങ്ങൾ ഏത് നിലയിലായിരുന്നു അറിയാമോ? ഞാൻ പറയാൻ, മോനെ ഞങ്ങൾ 8 മക്കളായിരുന്നു. 8 മക്കൾക്ക് 3 നേരത്തെ ആഹാരം ഒരു അമ്മ വിളമ്പണമെങ്കിൽ ആ അമ്മയുടെ ഓർമ്മകൾ, ആ പാത്രം 8 പേര് വെക്കുന്ന പാത്രം മോനറിയാമോ? മോക്കറിയാമോ? ഒരാൾക്ക് വേണ്ടി വെക്കുന്ന പാത്രമല്ല, 8 പേർക്ക് 3 നേരം വിളമ്പേണ്ട പാത്രം ഓർത്തുകൊള്ളണം. അവരാരും നല്ല ആഹാരവും നല്ല വസ്ത്രമോ നല്ല ഫാനോ നല്ല ലൈറ്റോ നല്ല ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒന്നും സ്വപ്നം കണ്ടിട്ടില്ല. പക്ഷെ അതിന്റെ മാതാവും പിതാവും വിശ്വാസത്തിന് വേണ്ടി മുറുകെ പിടിച്ചു നിന്നു. അതിന്റെ തലമുറകളാണ്. എന്റെ പിതാവ്, ഞങ്ങളിപ്പോ 3-ാം തലമുറക്കാരാണ് വിശ്വാസത്തെ മുറുകെ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പെന്തക്കോസ്ത് ജീവിതം എന്ന് പറയുന്നത് വന്നിട്ട് പെട്ടെന്ന് രക്ഷപ്പെടുന്ന മാർഗമല്ല. പെന്തക്കോസ്ത് വന്നിട്ട് ചില നേടാമെന്നുള്ള മനോഭാവം ഉണ്ടാകരുത്. പെന്തക്കോസ്ത് ജീവിതം സുസ്ഥിരമായ ഒരു ജീവിതമാണ്. നമ്മൾ വിതയ്ക്കുന്നത്, നമ്മൾ എന്ത് വിതച്ചോ അത് നമ്മൾ കൊയ്യും. ഒപ്പരിച്ചൊരു വേഗത്തിൽ അറ്റുപോകുകയില്ല എന്നതുപോലെ നാം വിശ്വാസം മുറുകെ പിടിക്കണം. അതങ്ങനെ പിടിച്ചു നിന്നെങ്കിലേ ദൈവം സന്നിധിയിൽ നമുക്ക് നിലനിൽപ്പാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിന്റെ അപ്പത്തെ നീ വെള്ളത്തിനും എറിയ,
ഏറിയ നാൾ കഴിഞ്ഞിട്ട് അത് നമുക്ക് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞെങ്കിൽ അത് തീർച്ചയായും തരുവാൻ നമ്മുടെ കർത്താവ് ആത്മനാഥനും കർത്താവുമായവൻ നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വീണ്ടും ഒന്നുകൂടെ ശോധന ചെയ്യണം. കർത്താവ് പലതും പറഞ്ഞു. ഒരു വിശ്വാസ ജീവിതത്തിൽ പഴയ നിയമ ഭക്തന്മാരായി പറഞ്ഞു, നിങ്ങൾ വന്ന വഴി മറക്കരുത്. അത് നിങ്ങളുടെ മക്കളോട് പറയണം. നിങ്ങൾ ഇന്ന് സാക്ഷ്യം പറയാൻ എല്ലാവർക്കും ലജ്ജയല്ലേ? ഇന്ന് ലോകത്തിൽ സാക്ഷ്യം പറയണം. സാക്ഷി പറഞ്ഞില്ലെങ്കിൽ വചനം നമ്മുടെ മുൻപിൽ നമ്മെ വെളിപ്പെടുത്തും. നാം ദൈവസ്ഥനി പറഞ്ഞില്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പറയത്തില്ല എന്ന മോശയോട് പറഞ്ഞാൽ, നീ കൊണ്ടുവന്ന നിന്റെ സന്തതിയോട്, നിന്റെ തലമുറയോട് നീ പറയണം. നടത്തിയത് നീ മറന്നു പോകരുത്. നിന്റെ മക്കളോടും അവരിയ്ക്കുമ്പോൾ കഴിക്കുമ്പോൾ കുടിക്കുമ്പോഴും പറയണം. ഞാൻ എന്റെ സത്യം, എന്റെ 27-ാമത്തെ വയസ്സിൽ യൗവനദിശയിൽ പോയപ്പോൾ സമൂഹം എന്നെ ഒറ്റപ്പെടുത്തി, ദേശം ഒറ്റപ്പെടുത്തി, ശുശ്രൂഷയിൽ എന്നെ ഒറ്റപ്പെടുത്തി, ആത്മീയ സംഗമത്തിലുള്ളവർ എന്നെ ഒറ്റപ്പെടുത്തി. നിരാശാജനകമായ നിറകണ്ണുകളോട് ആഹാരത്തിന്റെ മുൻപിൽ ഞാൻ എഴുന്നേറ്റ് പോയിരുന്നിട്ടുണ്ട്. റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് റൂമിൽ അകത്ത് കയറാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇതിനെയൊന്നും ഞാൻ വക വെച്ചിട്ടില്ല. കാരണം അതിമഹത്തായ ഒരു പ്രതിഫലം നമുക്കുണ്ട്. നമ്മുടെ പ്രതിഫലം ഇവിടെ അല്ല എന്ന് കണ്ടുകൊണ്ട് നമ്മളതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ലക്ഷ്യസ്ഥലത്തേക്ക് നമ്മൾ പോകണം. നമ്മൾ പോകുമ്പോൾ, നമ്മൾ തുഴയുമ്പോൾ മുൻപിൽ നിൽക്കുന്ന പായൽ കണ്ട് ആരും വഞ്ചി തുഴയാതിരിക്കത്തില്ല. സമുദ്രത്തിലെ ആറ്റിലെയും പായൽ കണ്ട് നമ്മൾ തുഴയാതിരിക്കല്. തുഴയുമ്പോൾ അതിന്റെ സ്പീഡ് കൊണ്ട് പായൽ തന്നെ മാറും. മുൻപിൽ നിൽക്കുന്ന മൂടൽ മഞ്ഞുകൾ ദൈവം നമുക്കായി മാറ്റി തരും. പ്രൈസ്തലോ. അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ ആത്മസന്തതികളെ, ക്രിസ്തുവിന്റെ സ്നേഹിതരെ, കർത്തൃദാസന്മാരെ, വിശ്വാസ സമൂഹമേ, നമ്മെ വിളിച്ചവൻ വിശ്വസ്തൻ. അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ ഒരുപാട് സാക്ഷ്യം പറയുവാനുണ്ട്. ഞാൻ പറയത്തില്ല. പറയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്, രംഗങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പല സാമ്പത്തിക പ്രതിസന്ധികളിൽ വരുമ്പോൾ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം വരുമ്പോഴൊക്കെയും ഞങ്ങൾ ഭാരപ്പെട്ടിട്ടുണ്ട്. ദൈവസേന കരഞ്ഞിട്ടുണ്ട്, ദൈവസേന നിലവിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഏലിയാവിനെ പോറ്റിയതുപോലെ ദൈവം പോറ്റിയിട്ടുണ്ട്, പുലർത്തിയിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ ദൈവത്തിന് നന്ദി പറയും. ഞാൻ ഇന്ന് ആത്മീയ ലോകത്ത് വന്നില്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയക്കാരനായി മാറാതെ, എന്റെ കൂടെ ഉള്ളവരൊക്കെ രാഷ്ട്രീയക്കാരായിട്ട് മാറി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് പോകാമായിരുന്നു. ഞാൻ അതിനെല്ലാം ഗുഡ് ബൈ പറഞ്ഞു. ഒരു കളിയുടെ ക്ലബിന്റെ ടീം ക്യാപ്റ്റൻ ആയിരുന്നു, ഒരു സ്പോർട്സ് ക്ലബിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഞാൻ. അതിനെയൊക്കെ ഞാൻ പറഞ്ഞു എന്റെ നല്ല പ്രായത്തിൽ. അതിനോടെല്ലാം വിട പറഞ്ഞു, ഞാൻ പോയി. അത് ദൈവം എന്നെ നേരത്തെ കണ്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേർതിരിച്ചത്. ഒരുപാട് പ്രാവശ്യം പിന്മാറത്തില്ല. അതെന്റെ ജീവിതത്തിന്റെ ഓരോ സമയവും കുന്തിരിക്കം കണ്ണാടിപ്പെട്ടിലിരിക്കുമ്പോൾ ഇരിക്കും. മനസ്സ് കത്തുമ്പോൾ, ഹൃദയം കത്തുമ്പോൾ, കുന്തിരിക്കം തീ കത്തുമ്പോൾ, അതിന്റെ സുഗ്രാഹ്യമായ സുഗന്ധം വീശുമ്പോലെ ഒരു കഷ്ടത വരുമ്പോൾ അടുത്ത കഷ്ടതയ്ക്ക് നമുക്കൊരു പ്രത്യാശ തരാറുണ്ട്. ആ പ്രത്യാശയിലാണ് എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ കുടുംബമായി ഞങ്ങൾ ഒരുമനപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും തുടങ്ങിയ ജീവിതം. ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾ, ഒരു മരുമകൻ, ഒരു പിഞ്ചോമന, ഒരു മോൻ തന്നു. ഇതെല്ലാം ദൈവമേ, ഇത്രയും കാലം ഒരു രൂപ പോലും ഞാൻ ഭൗതിക ജോലി ചെയ്തല്ല. ദൈവമക്കൾ തന്ന നന്മകൾ, സ്വതരാഴ്ച ജീവിച്ചത്, പിടിയേരിയും മുട്ടയും ഒക്കെ തന്ന ആ കാലഘട്ടങ്ങളിൽ അങ്ങനെ 36 വർഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച സാഹചര്യങ്ങൾ, കുഞ്ഞുങ്ങളെ പോറ്റി ലാവിഷല്ല എങ്കിലും ഇടുക്കത്തിലും ഞെരുക്കത്തിലും പൗലോസ് പറഞ്ഞതുപോലെ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് കുടുംബജീവിതം ധന്യമാക്കാൻ സർവ്വകൃപാലുവായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ച ധാരാളം ദൈവമക്കൾ, ധാരാളം ദൈവഭക്തന്മാരുണ്ട്, സഭകളുണ്ട്. അവരുടെയൊക്കെ ഉത്തരവാദിത്തത്തിലാണ് ഞങ്ങൾ ഇത്രത്തോളം കൊണ്ടുവരുവാനിടയായി. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ പറയട്ടെ. അരോമ ടിവിയിലുള്ള ആത്മാർത്ഥതയും നന്ദിയും കടപ്പാടുകൊണ്ട് ഈ രഹസ്യങ്ങളൊന്നും ആരും പറഞ്ഞതല്ല. എന്റെ ജീവിത ഡേറ്റ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, കൃത്യ ഡേറ്റുകൾ, ഇത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ അനുഭവത്തിൽ എഴുതി വെച്ച കുറിപ്പുകൾ, ഞാൻ കുറിപ്പുകൾ എഴുതി ആ കുറിപ്പുകൾ നോട്ട് ചെയ്താണ് ഡേറ്റ് ഞാൻ പറയുന്നത്. എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. പല അനുഭവങ്ങളുണ്ട്. ഒരു സുപ്രഭാതത്തിൽ 3-ാം വർഷം ഇറങ്ങുമ്പോൾ അമ്മ ചോദിച്ചു, കുഞ്ഞെ നിന്റെ കയ്യിൽ വണ്ടിക്കൂലി ഉണ്ടോ? അമ്മയോട് ഇല്ലെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സ് ഭാരോ, പ്രഷറുള്ള അമ്മ. ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിലുണ്ട്. ആമയെ സ്തോത്രം. നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ 10 രൂപയേ ഉള്ളൂ. എനിക്ക് മണക്കാലേ വരണം സന്ധ്യയ്ക്ക്. ഞാൻ അപ്പോൾ എന്ത് ചെയ്തു? വീട്ടിൽ സഭായം കഴിഞ്ഞു, ആഹാരം കഴിച്ചു. 7 മണിക്ക് മുമ്പിട്ട് മണക്കാലേ വന്നെങ്കിൽ രാത്രി കഞ്ഞി കിട്ടു. ഞാൻ വീട്ടിൽ നിന്ന് 6 മണിക്ക് തിരിച്ച് ഞങ്ങളുടെ സമീപത്ത് വിശ്വാസികളാ താമസിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് പോകുമ്പോൾ അവരെന്നെ കാണും. അതുകൊണ്ട് അവിടുന്ന് സന്ധ്യയ്ക്ക് ആരും കാണാതെ റേഡിയമൊക്കെ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വണ്ടിക്കൂലി, അന്ന് ഓർക്കുന്നതിന് 4-5 രൂപയും കണ്ട അവിടുന്ന് വണ്ടിക്കൂലി കൊടുത്ത് ഞാൻ പുത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഇറങ്ങി. കൊട്ടാരക്കാര് പുത്തൂർ ഇറങ്ങി. പുത്തൂർ ഇറങ്ങിയിട്ട് പിന്നെ എൻ്റെ 5 രൂപയേ ഉള്ളൂ.
പിന്നെ അവിടുന്ന് മണക്കാലെ പോകണമെങ്കിൽ അത് പോരെ പൈസ. വണ്ടിയിൽ കയറി ടിക്കറ്റ് എടുത്താൽ അവർ നമ്മളെ ഇറക്കി വിടും, അത് കളിയാകും. ഞാൻ സന്ധ്യയായപ്പോൾ ആമേൻ പുത്തൂരിൽ നിന്ന് നടന്നു, പുത്തൂർ വഴി കുന്നത്തൂർ, ആമേൻ കല്ലടയാറിന്റെ കുറേയുള്ള കുന്നത്തൂർ പാലം കടന്ന് നേരെ സിനിമാപ്പറമ്പ് കഴിഞ്ഞ ആ രാത്രിയിൽ നടന്ന് എത്രയോ കിലോമീറ്ററുകൾ പുത്തൂരിൽ നിന്ന് ഞാൻ നടന്ന് വിയർത്തൊലിച്ചു. ആമേൻ സിനിമാപ്പറമ്പ് വരെ ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിൽ 5 രൂപയുണ്ട്. അപ്പോൾ 5 രൂപ, 10 രൂപ, 5 രൂപ വണ്ടിക്കൂലി പോയി. പിന്നെ അവിടുന്ന് എനിക്ക് മണക്കാലയിൽ ഇറങ്ങണം, കടമ്പനാട് വഴി മണക്കാല വഴി ഒരു 6 കൂടെ പോകേണ്ടി. അങ്ങനെ നിന്നപ്പോൾ 5 രൂപ ഉണ്ട്. എനിക്ക് അറിയില്ല ഒരു എത്ര രൂപ ടിക്കറ്റ് ഒന്നും ഓർക്കുന്നില്ല. ഞാൻ പലപ്പോഴും വീട്ടിൽ നിന്ന് കൊട്ടാരക്കാർ വഴിയാണ് വരുന്നത്. 5 രൂപ എടുത്തിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഈ 5 രൂപയ്ക്ക് എങ്ങനെ ഇറക്കാം എന്ന് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക ഡ്രൈവറിനോട്. ഈ 5 രൂപ ടിക്കറ്റ് എവിടെ ഇറങ്ങാം, കണ്ടക്ടറോട് ചോദിക്കാം. അപ്പോൾ അയാൾ പറയാൻ ചിലപ്പോൾ ഇവിടെ എന്നാൽ പിന്നെ നടക്കാമല്ലോ മണക്കാലേക്ക്, രാത്രിയാണ്. അങ്ങനെ ഇന്നപ്പോൾ ഒരു കാറ് വന്ന് എൻ്റെ മുമ്പിൽ നിർത്തി. ആ കാർ വന്ന് എന്നോട് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത്, ഞാൻ ബസ് കയറാൻ നിൽക്കുക, ഈ അടൂര് മണക്കാല വഴി പോകേണ്ട വഴിയാണ്. ഞാൻ പറഞ്ഞു ഈ റോഡിൽ നേരെ പോയാൽ മതി, ഞാൻ ബസ് കാത്ത് അടൂരോട്ട് മണക്കാലേക്ക് മതി എന്നാൽ കയറാൻ പറഞ്ഞു. അവർ കൊല്ലത്ത് ഇവിടെ പോയിട്ട് അവർക്ക് അടൂര് മണക്കാല വഴി കോട്ടയം പോകേണ്ടി വന്നു. ഞാനിത് കയറി അവിടെ കൊണ്ട് എന്നെ ഇറക്കി. നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ ദൂരെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോവുകയാ. ഒരു 3 മിനിറ്റ് മുമ്പാണെങ്കിൽ ആ കാറ് പാസ് ചെയ്യും. ഞാൻ അല്പം കൂടെ താമസിച്ച് നടന്ന ആ പുത്തൂര് മുതൽ സിനിമ പറമ്പ് വരെയുള്ള സ്ഥലം, ആ കല്ലടയാറിന്റെ കുറുകെയുള്ള പാലം കൂടെ നടന്നു. ഒരുപാട് അങ്ങനെ നടക്കണം, സ്ഥലമുണ്ട്, ഒരുപാട് കിലോമീറ്ററുകൾ നടക്കണം. സിനിമ പറമ്പിൽ കൂടെ പോകണം, 7-ാം മൈലിൽ കൂടെ പോകണം, കടമ്പനാട് നെടിയവിളെ കൂടെ പോകണം, കുന്നത്ത് പോകാൻ നടന്ന് നല്ല ഒരു വിയർത്തൊലിച്ച് അവിടെ ചെല്ലുക. ഇന്ന് വരെ എൻ്റെ കോളേജിൽ അറിഞ്ഞിട്ടില്ല, കൂട്ടുകാരൻ്റെ മാതാപിതാക്കൾ അറിഞ്ഞ പറയത്തില്ല. ക്രിസ്തുവിൽ നമ്മൾ അനുഭവിക്കുന്നത് ദൈവത്തോട് ഷെയർ ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ അന്ന് അവിടെ കോളേജിൽ ചെന്ന് വിയർത്തൊലിച്ച് അവിടെ ചെന്നു. പൈസ എൻ്റെ 5 രൂപ ലാഭമുണ്ട്, 10 രൂപ. അങ്ങനെ പല നിലയിലും കോളേജ് ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ വളരെ സന്തോഷവും വളരെ പ്രത്യാശയും വളരെ വേദനയൊക്കെ ഉണ്ടായി. ഒരു ചാപ്പലും മുടക്കാറില്ല. എന്നെ ഇതുവരെയും നിയമവിരുദ്ധമായിട്ടൊരു കാര്യത്തിന് സമയം കഴിഞ്ഞ് ചെന്നതിന് പിടിച്ചിട്ടില്ല. കോളേജ് മറ്റൊരു വിഷയത്തിൽ പിടിച്ചിട്ടില്ല. അതെല്ലാം എന്നെ പിടിച്ച് 3 പ്രാവശ്യം ഫീസ് ഇനത്തിൽ എന്നെ 3 പ്രാവശ്യം ക്വസ്റ്റ്യൻ ചെയ്തു. അത് സത്യം 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 തന്നെയാണ്. അതിന്റെ ഡേറ്റ് എല്ലാം എനിക്കുണ്ട്, കാര്യങ്ങളുണ്ട്. എനിക്ക് അവരോട് ഒരു പ്രശ്നമില്ല. ക്രിസ്തു നിമിത്തം ഞാൻ അനുഭവിച്ച ദുരിതം ഞാൻ ഇങ്ങനെ എൻ്റെ അനുഭവത്തെ ഓർത്ത് എൻ്റെ തലമുറയോട് പറയും. എൻ്റെ ഡയറി കുറിപ്പെടുത്ത എൻ്റെ ഒരു സഹോദരി ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ എൻ്റെ വീട്ടിൽ എഴുതി ഈ ഡയറി അപ്പോൾ അതിങ്ങനെ എഴുതി എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അവള് ഒരിക്കൽ വായിച്ചിട്ട് കരഞ്ഞിട്ട് അമ്മയ്ക്ക് അക്ഷരം അറിയത്തില്ല. എൻ്റെ അമ്മ മലയാളം പഠിച്ചിട്ടില്ല, സംസാരിക്കും. അത്രയും പ്രായമുള്ളവർക്കൊന്നും, എനിക്കിപ്പോ ഇത്രയും വയസ്സില്ല, അമ്മയൊന്നും പഠിച്ചിട്ടില്ല. അമ്മ ഞാൻ നീ ആണെങ്കിലേ നിന്റെ കോളേജിലെ ചരിത്രമൊക്കെ എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഓരോന്നൊക്കെ മറന്നു പോകുന്ന എഴുതി വെച്ചിട്ടുള്ളതാണ്. അത് അവള് വായിച്ചിട്ട് കരഞ്ഞല്ലോ. അന്നേരം എന്തുവാ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അത് അർത്ഥം എന്ന് പറഞ്ഞ ഒരേ അനുഭവങ്ങളാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ഇല്ല, നമ്മൾ വിതയ്ക്കുന്നത് കൊയ്യും. വരാം എന്ന് പറഞ്ഞവൻ വരും, താമസിക്കുകയില്ല. വിശ്വാസത്തിന് നങ്കുരം ആഴത്തിൽ തറച്ചുകൊണ്ട് നമ്മൾ അടുത്തൊരു പടകിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിശ്വാസ സമൂഹമേ, ഞാൻ നിങ്ങളെ ഈ കാലഘട്ടം ഞാൻ നിങ്ങളോട് പറയുന്നു, ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കണം, ധൈര്യപ്പെടണം, ബലപ്പെടുത്തണം. ഒരു നല്ല ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണും. നമ്മൾ നരയോളും പാതാളത്തിൽ ഇറങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. സഭാ ശുശ്രൂഷയിൽ നിന്ന് അനുഭവിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ, ഈ 36 വർഷത്തെ അനുഭവങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല. ചില ഷോർട്ട് കട്ട് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ അറിയാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ തുലനം ചെയ്യണം. ഭാരപ്പെടല്. സ്ഥിരവാസം കൂടാതെ പാർക്കേണ്ടി വന്നാലും സാരമില്ല, ദൈവം നമ്മെ നടത്തും. അവൻ വിശ്വസ്തന, ആരെയും അവൻ കൈവിടത്തില്ല. എന്റെ കർത്താവ് എല്ലാവർക്കും നല്ലവനാ. ദൈവം ആർക്കും കടക്കാരനല്ല. അവൻ നല്ലവനും അവൻ വിശ്വസ്തനും. ലോകത്തിൽ സ്നേഹിപ്പാൻ, ലോകത്തിൽ വിശ്വസിപ്പാൻ കൊള്ളാവുന്ന നമ്മുടെ ആത്മനാഥനായ കർത്താവേ ഉള്ളൂ കേട്ടോ. അതോട് ഭാരപ്പെടൽ. തന്നെ സ്നേഹിക്കുന്നവരെ അല്പം ശിക്ഷിച്ചാലും അത് പിന്നത്തേലും മാറും. അവൻ നമ്മെ തട്ടിത്തടവും, അവൻ നമ്മെ സ്നേഹിക്കും, കരം തരും, എടുക്കേണ്ട സ്ഥലത്ത് എടുക്കും, നടക്കേണ്ട സ്ഥലം നടത്തും. അങ്ങനെ നമ്മളെ ഉപദേശിച്ച് നമ്മെ നടത്താൻ നമ്മുടെ ദൈവമായ കർത്താവ് വലിയ വിശ്വസ്തനാണ്. ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് അനുവദിച്ച സമയവും സാഹചര്യങ്ങളൊക്കെ എൻ്റെ ചെറിയ വാക്കുകളിൽ ഈ സമൂഹത്തോട് നിങ്ങളോട് പറയുവാൻ എനിക്ക് കൃപ ലഭിച്ചല്ലോ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു പ്രത്യാശ വിഷയം ഉണ്ടായിരുന്നു, എനിക്ക് വീണ്ടും പഠിക്കണമെന്നുണ്ടായിരുന്നു.
അതെന്റെ ജീവിതത്തിൽ ഒരു പോരായ്മയാണ്. എനിക്ക് വീണ്ടും പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ പഠിക്കാൻ ഞാൻ പലരെ സമീപിച്ചപ്പോൾ ആ നിലയിൽ ഈ പഴയ അനുഭവം കിടക്കുന്നത് കൊണ്ട് പ്രൈസ്തലോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, തീക്കൊള്ളിക്ക് അടിയുണ്ട് പൂച്ചയ്ക്ക് മിന്നാമിന്നെ കാണുന്ന പേടിതുള്ള. ഇനിയും എന്നെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ആക്കുമോ എന്നൊരു ചിന്തയുള്ളത് കൊണ്ട് ഞാൻ പിന്നെ പഠിക്കാൻ പോയി. പിന്നെ ഉള്ള സമയം കർത്താവിന് വേണ്ടി ഇങ്ങനെ ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം അത് പഠിച്ച് മുന്നേറണമെന്ന്. പഠനത്തിന്റെ സാഹചര്യങ്ങൾ എനിക്ക് വന്നില്ല. ഇനി ദൈവം അനുവദിക്കുന്ന പക്ഷം കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു, അവർ മുന്നോട്ട് പോകുന്നു. ഞങ്ങളും കുടുംബമായി സന്തോഷമായി ദൈവത്തിന്റെ വേലയിൽ ഞങ്ങൾ ആയിരിക്കുന്നു. ആമേൻ. ഈ സമൂഹത്തിൽ ഈ മാവേലിക്കര സെഷന്റെ ഒരു ശുശ്രൂഷ എന്നുള്ള നിലയിൽ ഉമ്മറനാട് 24 സഭകൾ ഈ പ്രദേശത്തുണ്ട്. അതിന്റെ ഒരു ഭാഗമായി ഞാനും എൻ്റെ പ്രിയപ്പെട്ട അതിന്റെ ദാസി, അവരുടെ പേര് അനിത തങ്കച്ചൻ, എൻ്റെ പേര് PM തങ്കച്ചൻ, എൻ്റെ മോളുടെ പേര് കൃപാമോൾ TA, മോളുടെ ഭർത്താവിന്റെ പേര് ജിതിൻ MS, ആ കുഞ്ഞ് ഇസാ മറിയൻ ജിതിൻ പിഞ്ചോമനയുടെ പേര്, എൻ്റെ മോൻ കെൽവിൻ TA. ഞങ്ങൾ സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധി ഞങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ വേലക്കാരായി പല നിലയിലും കർത്താവിന്റെ സന്നിധി ഞങ്ങൾ നിൽക്കുന്നവരായി തീരുന്നു. ഞങ്ങളെ ഓർത്ത് വിശേഷാൽ പ്രാർത്ഥിക്കണം. എന്നെ കേട്ടാ നിങ്ങളെല്ലാം വിശേഷാൽ ഓർത്ത് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാം. ഇങ്ങനൊരു സന്ദർഭവും സമയവും കർത്താവിന്റെ നാമനിമിത്തം തന്ന ബഹുമാനപ്പെട്ട ഇതിന്റെ മുൻപിൽ പ്രവർത്തിക്കുന്ന ഈ സംവിധാനം ചെയ്ത കർത്തൃദാസന് ഒരു കമ്മിറ്റി, അവരുടെ പ്രവർത്തകർ ഈ സമയം ചെലവിട്ട് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒരുക്കി തന്ന വേദി പങ്കിട്ട അങ്ങയോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും ഞാനും എൻ്റെ കുടുംബവും കടപ്പാടുണ്ട്. വിശേഷാൽ വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. സർവശക്തനാകുന്ന ദൈവം നമ്മെ അവിടെ ഉടങ്ങിൽ കർത്താവിന്റെ വരവരെ നിർത്തട്ടെ എന്ന് ആശിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധന നിത്യനുമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ അനുഭവത്തിന്റെ ആഴങ്ങൾ ആരായുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ നുഴഞ്ഞു കയറി വന്ന അനുഭവങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പരസ്യമാക്കാൻ ഈ 36 വർഷം വരെ അതിനെ പൊതിഞ്ഞു വെച്ചിരുന്നു. എന്നാൽ നീ ഒരു സന്ദർഭം തന്നല്ലോ, അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ തന്ന ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അരോമ TVയുടെ സംവിധാനം ചെയ്തതിന്റെ കൃത്യന്മാർ, അതിന്റെ അക്കാഡമി, അതിന്റെ കർത്താവെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു. ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാകണം. കോളേജിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ, കർത്തൃവേല ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഒറ്റപ്പെട്ട് വിശ്വാസത്തെ മുറുകെ പിടിച്ചവരുണ്ടെങ്കിൽ, ഇല്ല, ഈ വേല വലുതാണ്, ഇത് വിശാലമായ വേലയാണ്. ഈ വേലയും ഈ വചനവും തേനിനേക്കാളും തേൻകട്ടയേക്കായി മധുരമുള്ള ഈ വചനം ആരുടെയെങ്കിലും ഹൃദയമോ മനസ്സോ ഭാരപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ, തള്ളപ്പെട്ടവരുണ്ടെങ്കിൽ, ആരും ആരെ അംഗീകരിക്കാതിരിക്കുന്നുവെങ്കിൽ, ഇന്ന് ഈ വചനത്തിന്റെ നടുവിൽ അവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി, ഞാനുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിനെന്ന് പറഞ്ഞ് അവരുടെ ശാരീരിക, ആത്മീയ, മാനസിക പ്രതിസന്ധികളുടെ നടുവിൽ അങ്ങയുടെ തിരുവചനത്തിന്റെ ശക്തി വെളിപ്പെട്ട് അവരെ കർത്താവെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ ആരും നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ കർത്താവെ. നിന്റെ ജനമാണ്, നിന്റെ മക്കളാണ്. ആകയാൽ ഞങ്ങൾ കേട്ടവരെയും ഇനി കേൾക്കാനുള്ളവരെയും ദൈവത്തിന്റെ തിരുവചനത്തിന് മുമ്പിൽ ഞങ്ങൾ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുമേനി ഇവിടെ തിരുകരങ്ങളിൽ തൃപ്പാദത്തിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരും ദൈവത്തിന്റെ നാമത്തിന് ഏൽപ്പിക്കുന്നു. സമയം തന്ന് വേർതിരിച്ച് എനിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രിയപ്പെട്ടവരുള്ള ആത്മാർത്ഥത നന്ദിയും കടപ്പാടും ദൈവത്തിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ദൈവസ്ഥനെ താഴ്ത്തുന്നു. കർത്താവെ, നീ അങ്ങ് പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിന്റെ പുണ്യ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. കർത്താവ് ദൈവം നീ കേൾക്കുമാറാകണമേ. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ തങ്കച്ചൻ അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുകയും കർത്തൃത്വത്തിനുള്ളതായ നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ ഒരു കുടുംബത്തിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തു. ദാവീദിനെ ദൈവം തൻ്റെ സഹോദരന്മാരിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഒരു വലിയ ദൗത്യം തന്നിൽ ഭരമേൽപ്പിച്ചതുപോലെ പ്രിയ തങ്കച്ചൻ പാസ്റ്ററെ കർത്താവ് ആ വലിയ കുടുംബത്തിൽ നിന്ന്, ആ 8 മക്കളിൽ നിന്ന് ഒരുവനായി ദൈവം തിരഞ്ഞെടുത്തു. കർത്തൃ ശുശ്രൂഷയിൽ കർത്താവ് നിയോഗിച്ചു. ആ നിയോഗിച്ച നാള് മുതൽ ഇന്ന് വരെ കടന്നുപോയ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ദൈവവചനം പഠിക്കുവാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള തിക്ത അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇടയായല്ലോ. ഒരുപക്ഷെങ്കിൽ സെക്യുലർ കോളേജിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ
കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് നേരിടുന്നത് പോലെയുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ദൈവവചനം പഠിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് നേരിട്ടു എന്ന് മനസ്സിലാക്കുന്നു. സുവിശേഷ വേലയും അതിനോടനുബന്ധിച്ചുള്ളതായ ജീവിതാനുഭവങ്ങളും വളരെയേറെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ സ്വന്തം സഹോദരന്മാരിൽ നിന്നുള്ളതായ ആപത്തുകൾ അത് നമുക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ ഉണ്ടായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ദേവദാസിനെ വളരെയേറെ വേദനിപ്പിച്ചു. എങ്കിലും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ദാവീദിന് തൻ്റെ സ്വന്തം സഹോദരങ്ങളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, പ്രിയപ്പെട്ടവരിൽ നിന്ന്, മക്കളിൽ നിന്ന് പോലും പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടു. എങ്കിലും വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ടും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദാവീദ് ജീവിക്കുവാൻ സമർപ്പണമുള്ളവനായതുകൊണ്ടും ദൈവം ദാവീദിനെ മാനിക്കുവാനും ആദരിക്കുവാനും ഇടയായി തീർന്നതുപോലെ തങ്കച്ചൻ ഭാഷയും കുടുംബത്തെയും കർത്താവ് തിരഞ്ഞെടുത്തു. നിർത്തിയ കൃപയ്ക്കായി സ്തോത്രം. ഇന്നും ആക്കിയിരിക്കുന്ന ഇടങ്ങൾ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ശുശ്രൂഷയിലായിരിക്കാൻ പാഴ്സനേജിൽ നിന്ന് പാഴ്സനേജിലേക്ക്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പാർത്തുകൊണ്ട് കർത്തൃവേലയിലായിരിക്കുന്നു. ഇനിയും കർത്താവ് സഹായിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഏറെ അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ദയവായി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നുപോകരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.